ചെട്ടികുളങ്ങര ദേവീക്ഷേത്രത്തിന്റെ തിരുമുറ്റത്താണ് ഞാൻ ഇന്നുള്ളത്. ഇന്ന് വളരെ പ്രധാനപ്പെട്ട ഒരു ദിവസമാണിന്ന്. ചെട്ടികുളങ്ങര കുംഭഭരണി നാളാണ്. നമുക്കറിയാം, വിശ്വപ്രസിദ്ധമാണ് ചെട്ടികുളങ്ങര അമ്മയുടെ ഈ തിരുനാൾ. ലക്ഷോപലക്ഷം ഭക്തജനങ്ങൾ ഇങ്ങോട്ടേക്ക് എത്തും ദേവിയെ കാണാനും തൊഴാനും അനുഗ്രഹം വാങ്ങാനും. ഒപ്പം നിരവധി ചടങ്ങുകൾ, 13 കരകളാണ് ചെട്ടികുളങ്ങര ക്ഷേത്രത്തിന് ചുറ്റുമുള്ളത്. ഈ ചടങ്ങുകളുടെ കെട്ടുകാഴ്ചകൾ ഉച്ചയ്ക്ക് ശേഷം ഈ കാഴ്ചക്കണ്ടത്തിൽ നിരക്കും. ഒപ്പം ഇപ്പോൾ കുത്തിയോട്ട വരവാണ്. രാവിലെ മുതൽ ഏതാണ്ട് 5:30 മണി മുതൽ ക്ഷേത്രത്തിലേക്കുള്ള കുത്തിയോട്ട വരവ് ആരംഭിച്ചിട്ടുണ്ട്. ആദ്യത്തെ കുത്തിയോട്ടം അല്പസമയത്തിനകം ചെട്ടികുളങ്ങരമ്മ ദേവിയുടെ തിരുമുറ്റത്തെത്തും. തുടർന്ന് ഇതുമായി ബന്ധപ്പെട്ട വിശേഷാൽ ചടങ്ങുകളുണ്ട്. അതിനുശേഷമാണ് ഈ കുംഭഭരണി മഹോത്സവവുമായി ബന്ധപ്പെട്ട നിരവധിയായ കാര്യങ്ങൾ സംഭവിക്കുക. നമുക്ക് കാണാം, ദൃശ്യങ്ങളിൽ കാണാം, പൂക്കൾ കൊണ്ട് മൂടി വളരെ പ്രധാനപ്പെട്ട ഈ പൂക്കളാൽ സമ്പന്നമാണ് ഇന്ന് ചെട്ടികുളങ്ങരമ്മ ദേവിയുടെ ഈ തിരുമുറ്റവും പ്രദേശവും അമ്പലവും ഒക്കെ. ഒരുപാട് കാഴ്ചകൾ പ്രേക്ഷകർക്കായി ഉണ്ട്. ഒത്തിരി വിശേഷങ്ങൾ ഭരണിയുടെ പങ്കുവെക്കാനുണ്ട്. നിരവധി കാര്യങ്ങൾ നമുക്ക് ഇവിടെ വന്നു പോകുന്നവരുമായി സംസാരിക്കാനുണ്ട്. കാരണം രാവിലെ മുതൽ തന്നെ വലിയ ഭക്തജന തിരക്കാണ്. നീണ്ട ക്യൂ പ്രേക്ഷകർക്ക് കാണാം. രാവിലെ ഏതാണ്ട് 4 മണി മുതൽ തന്നെ ഈ നീണ്ട ക്യൂ, ക്ഷേത്രത്തിന്റെ ഏതാണ്ട് 1.5 കിലോമീറ്ററോളം ദൂരത്തുള്ള ക്യൂ കാണാം. ഈ ഭക്തജനങ്ങളൊക്കെ ഈ ദിവസം, പ്രത്യേക ദിവസം ദേവിയെ കണ്ട് ദർശനം നടത്തി അനുഗ്രഹം വാങ്ങി മടങ്ങാനുള്ള തയ്യാറെടുപ്പിലാണ്. അതിന് എത്ര സമയം വേണമെങ്കിലും ക്യൂ നിന്ന് തൊഴുതു മടങ്ങാൻ അവർക്ക് യാതൊരു അസൗകര്യവുമില്ല. നമുക്കറിയാം, ഇന്ന് ഈ ദിവസം എന്ന് പറയുന്നത് കഴിഞ്ഞ 7 ദിവസമായി ഇവിടെ നടക്കുന്ന വിവിധങ്ങളായ ചടങ്ങുകൾക്ക് ശേഷമുള്ള ഒരു ദിവസം കൂടിയാണ്. ഈ കെട്ടുകാഴ്ചകളുടെ വരവുണ്ട്, കുത്തിയോട്ടങ്ങളുടെ വരവുണ്ട്, ഇവിടെ നേരത്തെ പറഞ്ഞതുപോലെ കഞ്ഞിസദ്യയുണ്ട്. അങ്ങനെ ഒരുപാട് വിശേഷങ്ങൾ പ്രേക്ഷകർക്കായി പങ്കുവെക്കാനുണ്ട്. നമുക്ക് ആദ്യം സ്റ്റുഡിയോയിലേക്ക് ഒരിക്കൽ കൂടി തിരിച്ചു പോകണം. അവിടെ സുവി വിശ്വനാഥ് വാർത്തകൾ വേഗത്തിൽ സ്പീഡ് ന്യൂസുമായി ചേരും. കടമെടുപ്പ് പരിധി വെട്ടിക്കുറച്ച പ്രശ്നത്തിൽ കേന്ദ്രവുമായുള്ള സംസ്ഥാനത്തിന്റെ ചർച്ച ഇന്ന്. സുപ്രീം കോടതി നിർദ്ദേശമനുസരിച്ചാണ് ചർച്ച. കേരളം നിയോഗിച്ച സംഘം ഇന്ന് ഡൽഹിയിലെത്തും. ചർച്ചയിലെ തീരുമാനങ്ങൾ തിങ്കളാഴ്ച അറിയിക്കാനാണ് സുപ്രീം കോടതി ആവശ്യപ്പെട്ടത്. ധനമന്ത്രി KN ബാലഗോപാൽ നേതൃത്വം നൽകുന്ന 4-അംഗ പ്രതിനിധി സംഘമാണ് ചർച്ചകളിൽ പങ്കെടുക്കുക. സംസ്ഥാനത്ത് സപ്ലൈകോ വഴി വിതരണം ചെയ്യുന്ന സബ്സിഡി സാധനങ്ങൾക്ക് വില വർദ്ധിക്കും. 13 ഇനം സാധനങ്ങൾക്ക് നൽകി വന്നിരുന്ന 55% സബ്സിഡി 35%ആക്കി കുറച്ചു. 8 വർഷത്തിന് ശേഷമാണ് സപ്ലൈകോ സാധനങ്ങളുടെ വില വർദ്ധിപ്പിക്കുന്നത്. എങ്കിലും പൊതുവിപണിയിലെ വിലയിലും കുറവായിരിക്കും സപ്ലൈകോ വഴി ലഭിക്കുന്ന സാധനങ്ങളുടെ വില. നിയമസഭയുടെ ബജറ്റ് സമ്മേളനം ഇന്ന് അവസാനിക്കും. വോട്ട് ഓൺ അക്കൌണ്ട് പാസാക്കി സഭ അനിശ്ചിതകാലത്തേക്ക് പിരിയും. യൂത്ത് കോൺഗ്രസുകാരെ മർദ്ദിച്ച കേസിൽ മുഖ്യമന്ത്രിയുടെ സുരക്ഷാ ഉദ്യോഗസ്ഥർ ചോദ്യം ചെയ്യലിന് ഹാജരാകാത്ത വിഷയം ഇന്ന് സഭയെ പ്രക്ഷുബ്ധമാക്കിയേക്കും. അടിയന്തര പ്രമേയ നോട്ടീസായി ഇത് സഭയിൽ കൊണ്ടുവരാനാണ് പ്രതിപക്ഷത്തിന്റെ ആലോചന. വയനാട് പയ്യമ്പിള്ളിയിൽ മധ്യവയസ്കനെ കൊലപ്പെടുത്തിയ കാട്ടാന ബേലൂർ മഗ്നയെ പിടികൂടാനുള്ള ദൌത്യം 5-ാം ദിനത്തിൽ. റേഡിയോ കോളറിൽ നിന്ന് സിഗ്നൽ കിട്ടുന്ന മുറയ്ക്ക് ആനയെ തേടി നീങ്ങാനാണ് തീരുമാനം. ഇന്നലെ ബേലൂർ മഗ്നയ്ക്കൊപ്പമുള്ള മോഴയാന ദൌത്യസംഘത്തിന് നേരെ പാഞ്ഞടുത്തിരുന്നു. വിവിധ സംഘമായി തിരിഞ്ഞാണ് വനംവകുപ്പ് ആനയ്ക്കായുള്ള ദൌത്യം തുടരുന്നത്. വയനാട്ടിൽ വന്യജീവി ആക്രമണം തുടർച്ചയായി ഉണ്ടാകുന്നതിൽ നടപടികളുമായി സർക്കാർ. ഇന്ന് രാവിലെ വയനാട്ടിലെ ജനപ്രതിനിധികളുമായി തിരുവനന്തപുരത്ത് മുഖ്യമന്ത്രി ചർച്ച നടത്തും. യോഗത്തിൽ വനം മന്ത്രി AK ശശീന്ദ്രനും ഉന്നത ഉദ്യോഗസ്ഥരും പങ്കെടുക്കും. കുസാറ്റ് ദുരന്തത്തിൽ ജുഡീഷ്യൽ അന്വേഷണം ആവശ്യപ്പെട്ടുള്ള ഹർജി ഹൈക്കോടതി ഇന്ന് പരിഗണിക്കും. KSU സംസ്ഥാന പ്രസിഡന്റ് അലോഷ്യസ് സേവ്യർ നൽകിയ ഹർജിയാണ് ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് പരിഗണിക്കുന്നത്. വിവിധ അന്വേഷണ റിപ്പോർട്ടുകൾ തമ്മിൽ പൊരുത്തക്കേടുകൾ ഉണ്ടെന്നും ജുഡീഷ്യൽ അന്വേഷണം തന്നെ വേണമെന്നുമാണ് KSUവിന്റെ നിലപാട്. കേസിൽ ജുഡീഷ്യൽ അന്വേഷണം ആവശ്യമില്ലെന്നാണ് സർക്കാർ നിലപാട്. തനിക്കെതിരെ മതവിദ്വേഷ പ്രസംഗം നടത്തിയതിന്റെ പേരിലുള്ള FIR റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് കേന്ദ്രമന്ത്രി രാജീവ് ചന്ദ്രശേഖർ നൽകിയ ഹർജി ഹൈക്കോടതി ഇന്ന് പരിഗണിക്കും. ഇന്നുവരെ പോലീസിന്റെ ഭാഗത്തുനിന്ന് നടപടികളൊന്നും സ്വീകരിക്കരുതെന്ന ഇടക്കാല ഉത്തരവ് നിലവിലുണ്ട്. കളമശ്ശേരി സ്ഫോടനത്തിന്റെ പശ്ചാത്തലത്തിൽ നടത്തിയ പരാമർശത്തെ തുടർന്നാണ് പോലീസ് കേസെടുത്തത്. ജസ്റ്റിസ് ഡയസ് ആണ് ഹർജി പരിഗണിക്കുക. പോലീസ് സുരക്ഷ തേടി കേരള സർവകലാശാല സെനറ്റ് അംഗങ്ങൾ നൽകിയ ഹർജി ഹൈക്കോടതി ഇന്ന് പരിഗണിക്കും. ഗവർണർ നാമനിർദ്ദേശം ചെയ്ത 13 പേരാണ് ഹർജിക്കാർ. സെനറ്റ് യോഗത്തിൽ പങ്കെടുക്കുന്നതിന് ഭീഷണി നേരിടുന്നുവെന്നതാണ് ഹർജിയിലെ പ്രധാന ആരോപണം.
പോലീസ് സുരക്ഷ ഉറപ്പാക്കണമെന്നാണ് ഹർജിയിലെ ആവശ്യം. ഹർജിയിൽ സർക്കാർ ഇന്ന് കോടതിയിൽ വിശദീകരണം നൽകും. ഇലക്ട്രൽ ബോണ്ട് കേസിൽ സുപ്രീം കോടതി ഇന്ന് വിധി പറയും. പദ്ധതി ചോദ്യം ചെയ്തുള്ള ഒരു കൂട്ടം ഹർജികളിലാണ് കോടതി വിധി പറയുക. കോർപ്പറേറ്റുകൾക്ക് രാഷ്ട്രീയ പാർട്ടികൾക്ക് സംഭാവന നൽകാൻ അനുമതി നൽകുന്നതാണ് പദ്ധതി. 3 മാസം മുൻപാണ് ഹർജികളിൽ വാദം പൂർത്തിയായത്. ജസ്റ്റിസ് DY ചന്ദ്രചൂഡിന്റെ നേതൃത്വത്തിലുള്ള ഭരണഘടനാ ബെഞ്ചാണ് വിധി പറയുക. CBSE 10+2 ക്ലാസുകളുടെ പരീക്ഷ ഇന്ന് മുതൽ ആരംഭിക്കും. 10ാം ക്ലാസ് പരീക്ഷ മാർച്ച് 13-നും +2 പരീക്ഷ ഏപ്രിൽ 2-നും അവസാനിക്കും. CBSE ബോർഡ് പരീക്ഷകൾ 55 ദിവസം നീണ്ടുനിൽക്കുകയും ഏപ്രിൽ 10-ന് അവസാനിക്കുകയും ചെയ്യും. കേന്ദ്ര സർക്കാരിന്റെ കർഷക വിരുദ്ധ നയങ്ങൾക്കെതിരായി കർഷക സംഘടനകളുടെ ഡൽഹി ചലോ മാർച്ച് തുടരുന്നു. കർഷകരെ അനുനയിപ്പിക്കാൻ കേന്ദ്ര സർക്കാർ ഇന്ന് ചർച്ച നടത്തും. വൈകിട്ട് 5 മണിക്ക് ചണ്ഡീഗഡിൽ വെച്ചാണ് ചർച്ച നടക്കുക. ഇത് 3ാം തവണയാണ് കേന്ദ്ര സർക്കാർ കർഷക പ്രതിനിധികളുമായി ചർച്ച നടത്തുന്നത്. NCP MLA-മാരുടെ അയോഗ്യതാ ഹർജികളിൽ തീരുമാനമെടുക്കാൻ മഹാരാഷ്ട്ര നിയമസഭാ സ്പീക്കർക്ക് അനുവദിച്ച സമയം ഇന്ന് അവസാനിക്കും. ആദ്യം ജനുവരി 31 വരെ സ്പീക്കർക്ക് നടപടികൾ പൂർത്തിയാക്കാൻ സുപ്രീംകോടതി സമയം അനുവദിച്ചിരുന്നു. എന്നാൽ കാര്യത്തിന്റെ സങ്കീർണതയും വ്യാപ്തിയും കണക്കിലെടുത്ത് മഹാരാഷ്ട്ര നിയമസഭാ സ്പീക്കർ രാഹുൽ നർവേക്കറിന് ഫെബ്രുവരി 15 വരെ സുപ്രീംകോടതി സമയം നീട്ടി നൽകുകയായിരുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഖത്തറിൽ 2 ദിവസത്തെ UAE സന്ദർശനത്തിന് ശേഷമാണ് പ്രധാനമന്ത്രി ഖത്തറിലെത്തിയത്. ഖത്തർ പ്രധാനമന്ത്രി ഷെയ്ഖ് മുഹമ്മദ് ബിൻ അബ്ദുൾ റഹ്മാൻ അൽത്താനിയുമായി മോദി ഉഭയകക്ഷി ചർച്ച നടത്തി. ഇന്ത്യ ഖത്തർ സൌഹൃദം വർദ്ധിപ്പിക്കുന്നതിനെക്കുറിച്ച് ചർച്ച ചെയ്തതായി പ്രധാനമന്ത്രി സാമൂഹിക മാധ്യമമായ എക്സിൽ കുറിച്ചു. പ്രധാനമന്ത്രി ഇന്ന് ഖത്തർ അമീറുമായി കൂടിക്കാഴ്ച നടത്തും. ഇന്ത്യ ഇംഗ്ലണ്ട് ക്രിക്കറ്റ് പരമ്പരയിലെ 3ാം ടെസ്റ്റിന് ഇന്ന് രാജ്കോട്ടിൽ തുടക്കം. ഓരോ മത്സരങ്ങളും ജയിച്ച ഇരു ടീമുകളും ഒപ്പത്തിനൊപ്പമാണ്. ഇന്ത്യൻ ടീമിൽ കാര്യമായ മാറ്റത്തിനാണ് സാധ്യത. KL രാഹുലിന് പകരക്കാരനായി സർഫറാസ് ഖാൻ ടീമിലെത്തിയേക്കും. രജത് പാട്ടീദാർ ടീമിൽ തുടർന്നേക്കും. ചെട്ടിക്കുളങ്ങര ദേവീക്ഷേത്രത്തിന്റെ തിരുനടയിൽ തുടരുകയാണ് മോർണിംഗ് വൈബ്സ്. ഇവിടെ കുത്തിയോട്ട കുമ്മികൾ കൊണ്ടുള്ള കുത്തിയോട്ട ചുവടുകളുമായി കലാകാരന്മാർ എത്തിക്കൊണ്ടിരിക്കുകയാണ്. നമുക്കറിയാം ചെട്ടിക്കുളങ്ങര അമ്മയുടെ വളരെ പ്രധാനപ്പെട്ട വഴിപാടാണ് കുത്തിയോട്ടം. ഈ 13 കരകളിലും കരയ്ക്ക് പുറത്തും കുത്തിയോട്ട വഴിപാടുകൾ നടക്കാറുണ്ട്. കഴിഞ്ഞ 6-7 ദിവസമായി ഈ കുത്തിയോട്ട കുമ്മികളുടെ ഒരു ആസ്വാദനത്തിലായിരുന്നു ഓണാട്ടുകരയും പരിസര പ്രദേശവും. നമുക്ക് ഇപ്പോൾ രണ്ടാമത്തെ കുത്തിയോട്ടം, ആദ്യ കുത്തിയോട്ടം രാവിലെ തന്നെ ക്ഷേത്രത്തിലേക്ക് എത്തി. രണ്ടാമത്തെ കുത്തിയോട്ടം ഇപ്പോൾ എത്തിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ 15ഓളം കുത്തിയോട്ടങ്ങൾ ഇങ്ങോട്ടേക്ക് എത്താനുണ്ട്. അതിനുശേഷമാണ് ഈ സമർപ്പണത്തിനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നടക്കുന്നുണ്ട് ദേവീ ക്ഷേത്ര നടയിൽ. അങ്ങനെ ഓരോ തവണയും ഓരോ തരത്തിലുള്ള ആചാരങ്ങളാൽ അതിസമ്പുഷ്ടമാണ് ചെട്ടിക്കുളങ്ങരയിലെ കാര്യങ്ങൾ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നമുക്ക് ഇതിന്റെ വിശേഷങ്ങൾ നിരവധിയുണ്ട്. ആ വിശേഷങ്ങളിലേക്ക് പോകണം. പ്രധാനപ്പെട്ട ഒരു വാർത്തയിലേക്ക് ഒന്ന് പോകാം. വയനാട്ടിലേക്ക് ഒന്ന് പോകണം. അവിടെ നമുക്കറിയാം മധ്യവയസ്കരെ കൊലപ്പെടുത്തിയ കാട്ടാന ബേലൂർ മക്നയെ പിടികൂടാനുള്ള ദൌത്യം 5ാം ദിവസത്തിലാണ്. കഴിഞ്ഞ 4 ദിവസമായി കൊമ്പൻ വനപാലകരെ കബളിപ്പിക്കുന്ന ഒരു പശ്ചാത്തലം നമുക്കറിയാം. റേഡിയോ കോളറിന് സിഗ്നൽ കിട്ടുന്ന മുറയ്ക്കാണ് ഈ ആനയെ തേടി നീങ്ങാൻ തീരുമാനം. ഇന്നലെ മോഴയാന ദൌത്യ സംഘത്തിന് നേരെ പാഞ്ഞെടുത്തതുകൂടി നമ്മൾ ചേർത്ത് വായിക്കണം. അതുകൊണ്ട് ജാഗ്രതയോടെയാണ് ഈ സംഘം നീങ്ങുന്നത്. വിവിധ സംഘമായി തിരിഞ്ഞാണ് വനവകുപ്പ് ആനയ്ക്കായുള്ള ദൌത്യം തുടരുന്നത്. MS അനീഷ് കുമാർ ഏറ്റവും പുതിയ വിവരങ്ങൾ പങ്കുവെക്കും. അനീഷ്, വളരെ ദുഷ്കരമായ ഒരു ദൌത്യത്തിലാണ്. കാരണം എനിക്ക് തോന്നുന്നു നേരത്തെയൊക്കെ ഇത്തരം ദൌത്യങ്ങൾ സംഭവിച്ചപ്പോൾ വളരെ പെട്ടെന്ന് ഈ ആനയെ വെടിവെക്കാനൊക്കെ സാധിച്ചൊരു പശ്ചാത്തലം ഉണ്ടായിരുന്നു. ഇപ്പോഴെന്താണ് പ്രതിസന്ധി? ഇന്ന് ഏത് രീതിയിലായിരിക്കും ദൌത്യവുമായി മുന്നോട്ട് പോവുക വനപാലകർ? രഞ്ജിത്ത്, ആനയെ പിടികൂടാനുള്ള ദൌത്യം ഇതിനകം ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു. 5-നോടുകൂടി തന്നെ ദൌത്യസംഘം കാട്ടിലേക്ക് കുങ്കിയാനകളുമായി പോയി കഴിഞ്ഞിരിക്കുന്നു. നേരത്തെയുള്ള പരിശോധനകൾക്കപ്പുറം തെർമൽ ക്യാമറകൾ ഉപയോഗിച്ചുള്ള പരിശോധനകൾ കൂടി കാട്ടിൽ നടത്തുന്നു എന്നാണ് നമുക്ക് വിവരം ലഭിക്കുന്നത്. കാരണം ഈ കാട്ടിനുള്ളിൽ പാറക്കെട്ടിലും കൊങ്ങിണി കാടുകൾക്കിടയിലും ഒളിച്ചിരുന്നാണ് പലപ്പോഴും ബേലൂർ മഖ്ന ദൌത്യസംഘത്തിൽ നിന്നും രക്ഷപ്പെടുന്നത്. അതുകൊണ്ട് ഈ കാട്ടിനുള്ളിൽ ഒളിച്ചിരുന്നാലും ഈ കൊങ്ങിണി കാടുകൾക്കുള്ളിൽ മറിഞ്ഞാലും തെർമൽ ക്യാമറകൾ ഉപയോഗിച്ചുള്ള
പരിശോധനയിൽ ഏതാണ്ട് 2 കിലോമീറ്റർ ദൂരത്തിൽ ആനയുടെ സാന്നിധ്യമുണ്ടെങ്കിൽ കണ്ടെത്താൻ കഴിയുമെന്നാണ് അധികൃതർ പറയുന്നത്. എന്തായാലും ആ രീതിയിലുള്ള തെരച്ചിൽ പുരോഗമിക്കുകയാണ്. ഇന്നലെ എന്തായാലും ഈ ബേലൂർ മെഖ്നയ്ക്കൊപ്പമുള്ള ഒരു മോഴയാന കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഈ മോഴയുടെ സാന്നിധ്യം കാട്ടിൽ പ്രകടമാണ്. ദൌത്യസംഘം പലതവണ കാണുകയും അത് ഈ വിദൂര ദൃശ്യങ്ങളിൽ ആകാശ ദൃശ്യങ്ങളിൽ ഇത് പുറത്തുവിടുകയും ചെയ്തിരുന്നു. എന്തായാലും ആ ആനയാണ് ഇന്നലെ ഈ RRT സംഘത്തിന് നേരെ തിരിയുകയും പടക്കം പൊട്ടിച്ച് ആകാശത്തേക്ക് വെടിയുതിർത്തും ഈ ദൌത്യസംഘം ആ ആനയിൽ നിന്നും രക്ഷപ്പെട്ട് പുറത്തേക്ക് പോരുകയും ഉണ്ടായത്. അതുതന്നെയാണ് ഏറ്റവും ദുഷ്കരമായ ദൌത്യത്തിലെ ഒരു ഭാഗം. കാരണം ഈ മയക്കുവെടി വെക്കാൻ ബേലൂർ മെഖ്നയ്ക്ക് എതിരെ ഒരുങ്ങുമ്പോൾ ആന തന്നെ ഈ ദൌത്യസംഘത്തിനെതിരെ തിരിയുന്ന സാഹചര്യങ്ങളുണ്ട്. ഒപ്പം കൂടെയുള്ള മോഴയാനയും സംഘത്തിനെതിരെ തിരിയുന്ന സാധ്യതയുണ്ട്. അതുകൊണ്ട് വെടിവെക്കുമ്പോൾ അത് പാഴായാൽ പോലും ചിലപ്പോൾ ദൌത്യസംഘത്തിന്റെ ജീവന് അപകടം വരാനുള്ള സാധ്യതകൾ തള്ളിക്കളയാൻ കഴിയില്ല. അതുകൊണ്ട് അങ്ങേയറ്റം ജാഗ്രതയോടുകൂടിയാണ് ഇപ്പോൾ ഈ ദൌത്യം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇന്ന് എന്ത് രീതിയിലുള്ള പുതിയ തന്ത്രങ്ങളാണ് ഈ ദൌത്യസംഘം ആവിഷ്കരിക്കുക എന്ന് ഇത് അല്പസമയത്തിനകം നമുക്ക് വ്യക്തമാകും. കാരണം കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി നടക്കുന്നത് ഒരേ തരത്തിലുള്ള കാര്യങ്ങളാണ്. കാരണം ഈ ട്രാക്കർ ഉപയോഗിച്ച് ആന എവിടെയുണ്ട് എന്നത് കൃത്യമായി മനസ്സിലാക്കുന്നു. കുങ്കയാനയും മറ്റ് RRT സംഘവും അവിടേക്ക് എത്തുന്നു. മയക്കുവെടി വെക്കാനുള്ള തയ്യാറെടുപ്പുകളും എടുക്കും. അപ്പോഴേക്കും ആന ആ സ്ഥലം വിട്ട് മറ്റൊരു സ്ഥലത്തേക്ക് മാറും, അല്ലെങ്കിൽ സമീപത്തുള്ള വലിയ കൊങ്ങിണിക്കാടിനുള്ളിൽ അഭയം പ്രാപിക്കും. ഇത്തരത്തിൽ തന്നെയാണ് കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി കാട്ടിനുള്ളിൽ നടക്കുന്നത്. അത് വിട്ട് വേറൊരു സ്ട്രാറ്റജിയിലേക്ക് ആന നീങ്ങുമോ, അല്ലെങ്കിൽ മറ്റൊരു സ്ട്രാറ്റജി ഈ ദൌത്യസംഘം കൈ എടുക്കുമോ എന്ന കാര്യമാണ് അറിയേണ്ടതുണ്ട്. കാരണം ഈ ഒരു ഭാഗത്തു നിന്നും ഈ വൻമരങ്ങൾ തിങ്ങി നിറഞ്ഞ കോണിക്കാടുകൾ നിറഞ്ഞു നിൽക്കുന്ന ഒരു ഭാഗത്തു നിന്നും ഈ കാട്ടിനുള്ളിലെ ചതുപ്പിടങ്ങളിലേക്കോ അല്ലെങ്കിൽ തുറസായ സ്ഥലത്തേക്കോ ആന നീങ്ങിയാൽ കാര്യങ്ങൾ കുറച്ചുകൂടി എളുപ്പമാകും എന്നാണ് ദൌത്യസംഘം പറയുന്നത്. എന്തായാലും ഈ നിലവിൽ ആന നിൽക്കുന്ന സ്ഥലത്ത് തന്നെ ഏതാണ്ട് 5 ചതുരശ്ര കിലോമീറ്റർ ചുറ്റളവിൽ മാത്രമാണ് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. കർണാടകത്തിന്റെ വനമേഖലയ്ക്കകത്തേക്ക് കടന്ന് ഉൾക്കാട്ടിലേക്ക് ആന പോയിട്ടില്ല. മറുവശത്ത് ഈ ജനവാസ കേന്ദ്രങ്ങളിലേക്ക് വരാതിരിക്കാനുള്ള ഒരു നീക്കം വനംവകുപ്പിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നുമുണ്ട്. എന്തായാലും എന്തെങ്കിലും നിർണായകമായ വഴിത്തിരിവുകൾ ഇന്നത്തെ ദൌത്യത്തിൽ ഉണ്ടാകുമെന്ന പ്രതീക്ഷയിൽ തന്നെയാണ് ദൌത്യസംഘം ഉള്ളത്. രഞ്ജിത്ത്. MS അനീഷ് കുമാറാണ് വിവരങ്ങൾ പങ്കുവച്ചുകൊണ്ടിരിക്കുന്നത്. അനീഷ്, മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, നമുക്ക് നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ ഈ വനംവകുപ്പ് ഇതിനു മുൻപ് നിരവധി ദൌത്യങ്ങൾ ഏറ്റെടുത്തിട്ടുണ്ട്. ഈ ആനകളെ വെടിവെക്കുന്നതുമായി ബന്ധപ്പെട്ട് നാട്ടിലിറങ്ങിയ നിരവധി കാട്ടാനകളുമായി ബന്ധപ്പെട്ട ദൌത്യങ്ങളുണ്ട്. ഇത് കുറച്ചുകൂടി ദുഷ്കരമാണ്. അനീഷ് പറഞ്ഞ നിരവധി കാര്യങ്ങൾ അതുമായി ബന്ധപ്പെട്ട് ചേർത്ത് വായിക്കണം. പക്ഷേ ജനങ്ങളുടെ ഒരു അവകാശമുണ്ട്, ജനങ്ങളുടെ ഒരു പരാതിയുണ്ട്, അവരുടെ സ്വൈര ജീവിതവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളുണ്ട്. അവിടെ ഉണ്ടായ പ്രതിഷേധങ്ങൾ ചില്ലറയല്ല. ഇത് എങ്ങനെ പരിഹരിക്കുമെന്നുള്ളതും വലിയൊരു പ്രശ്നമാണല്ലോ വനം വകുപ്പിന്റെ മുന്നിലെ. അതിനെ എങ്ങനെ കൈകാര്യം ചെയ്യാനാണ് ശ്രമിക്കുന്നത്? കൂടുതൽ സംഘങ്ങളെ ഏർപ്പെടുത്തുമോ? ഈ ദൌത്യം ഈ ആനയെ വെടിവെക്കുന്ന അത്രയും നാൾ നീണ്ടു നിൽക്കുമോ? എന്താണ് പ്രതീക്ഷിക്കേണ്ടത്? ജനങ്ങളുടെ ഭാഗത്തു നിന്നും വലിയ പ്രതിഷേധം തന്നെയാണ് ഉയരുന്നത്. കാരണം കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി, ഏതാണ്ട് ഒരാഴ്ചക്കടുത്തായി ഈ പടമല ഭാഗത്ത് ഒപ്പം തിരുനെല്ലി പഞ്ചായത്തിലെയൊക്കെ ജനജീവിതം അങ്ങേയറ്റം സ്തംഭിച്ച അവസ്ഥയിലാണ്. വിദ്യാർത്ഥികൾക്ക് സ്കൂളുകളിൽ പോകാൻ കഴിയുന്നില്ല. കർഷകർക്ക് അവരുടെ കുരുമുളകും കാപ്പിയും ഒക്കെ പറിക്കേണ്ട സമയമാണ്, അതിന് പോകാൻ കഴിയുന്നില്ല. കാട്ടിൽ വിറക് ശേഖരിക്കാൻ പോകാൻ കഴിയുന്നില്ല. കന്നുകാലികൾക്ക് പുല്ല് ശേഖരിക്കാൻ കഴിയുന്നില്ല. അത്തരത്തിൽ സമസ്ത മേഖലകളിലും ജനജീവിതം സ്തംഭിച്ചു നിൽക്കുകയാണ്. അതിനൊപ്പമാണ് ഇന്നലെ കടുവയുടെ സാന്നിധ്യം കൂടി ഈ മേഖലയിൽ കണ്ടത്. അത് CCTVയിൽ പതിയുകയും ഒരു വീട്ടമ്മ തലനാരിഴയ്ക്ക് രക്ഷപ്പെടുകയും ചെയ്തിരുന്നു. അതുകൊണ്ട് രാവിലെ ഒരിടത്തേക്കും വീട്ടിൽ നിന്ന് ഇറങ്ങാൻ കഴിയാത്ത, രാത്രിയിൽ ഒരിടത്തേക്കും വീട്ടിൽ നിന്നും പോകാൻ കഴിയാത്ത ഒരു സാഹചര്യമുണ്ട്. ആളുകൾ ഏതാണ്ട് 9 മണി 8 മണിയൊക്കെ ആകുമ്പോഴാണ് വീട് വിട്ട് പുറത്തേക്ക് വരുന്നത്. എന്നാൽ വീടിന്റെ സമീപ പ്രദേശത്തുള്ള ചെറിയ കാടുകളിലേക്കും അല്ലെങ്കിൽ അവരുടെ കൃഷിയിടങ്ങളിലേക്കും പോകാൻ കഴിയാത്ത വിധം ജീവിതം ദുഷ്കരമായ ഒരു സാഹചര്യമുണ്ട്. ഇന്നലെ പടമലയിലേക്ക് നിരവധി കർഷകർ പങ്കെടുത്ത പന്തംകൊളുത്തി പ്രകടനവും മറ്റുമൊക്കെ നടന്നിരുന്നു. കുറച്ചധികം ദിവസങ്ങളായി ഈ അജീഷിന്റെ മരണം നടന്നിട്ടും എന്തുകൊണ്ട് ആനയെ പിടികൂടാൻ കഴിയുന്നില്ല എന്ന ചോദ്യമാണ് അവർ നിരന്തരം മുന്നോട്ട് വയ്ക്കുന്നത്. പക്ഷേ മറുവശത്ത് ഈ വനംവകുപ്പ് പൂർണ്ണ സന്നാഹങ്ങളോടുകൂടി, കാരണം RRT സംഘങ്ങൾ ഈ സമീപപ്രദേശങ്ങളിലെ ജില്ലകളിൽ നിന്നുള്ള എല്ലാ RRT സംഘങ്ങളും ഈ കാട്ടിൽ ഇപ്പോൾ ഉണ്ട്. ഏതാണ്ട് 200-ലധികം അംഗസംഖ്യയാണ് ഈ കാട്ടിൽ തെരച്ചിൽ നടത്താൻ മാത്രമുള്ളത്. അതുകൊണ്ട് അംഗസംഖ്യ കൂട്ടുന്നത് കൊണ്ട് പ്രത്യേകിച്ച് കാര്യമില്ല എന്ന ഒരു വിലയിരുത്തലാണുള്ളത്.
ഈ സംഘം തന്നെ കൂടുതൽ ക്ഷമയോടുകൂടി കൂടുതൽ ജാഗ്രതയോടുകൂടിയുള്ള ഒരു പ്രവർത്തനത്തിലൂടെ മാത്രമേ ഈ ആനയെ പിടിക്കാൻ കഴിയുകയുള്ളൂ എന്നാണ് പറയുന്നത്. മറ്റിടങ്ങളിൽ മറ്റ് ജില്ലയുടെ മറ്റിടങ്ങളിൽ ഒപ്പം അയൽ ജില്ലകളിലൊക്കെ പോലും വന്യമൃഗങ്ങൾ ഇറങ്ങിയാൽ അവിടെ ഈ കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ പോലും ആളില്ലാത്ത വിധം വനപാലക സംഘം ഇവിടേക്ക് കേന്ദ്രീകരിച്ചിരിക്കുന്ന ഒരു സാഹചര്യമാണ്. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ദൌത്യം അവസാനിപ്പിച്ച് കാടിറങ്ങണം എന്ന ആഗ്രഹത്തിൽ തന്നെയാണ് വനംവകുപ്പ് ഉള്ളത്. വലിയ സമ്മർദ്ദം ഈ രാഷ്ട്രീയ നേതൃത്വത്തിന്റെ ഭാഗത്തുനിന്നും ജനങ്ങളുടെ ഭാഗത്തുനിന്നും വനംവകുപ്പിനുണ്ട്. പക്ഷേ അവർ നിസ്സഹായരാണ്. ഏത് വിധേനയും ക്ഷമയോടെ കാത്തിരുന്ന് ഈ ആനയെ മയക്കൂടി വെക്കാൻ കഴിയുമെന്ന പ്രതീക്ഷയുള്ളത്. നമുക്കറിയാം അരിക്കൊമ്പന്റെ മിഷൻ പോലും ഒരു മാസത്തോളമുള്ള കാത്തിരിപ്പിന് ശേഷമാണ് അവർക്ക് വെടിവെച്ച് ആനയെ കൊണ്ടുപോകാൻ കഴിഞ്ഞത്. പക്ഷേ തണ്ണീർക്കൊമ്പന്റെ കാര്യത്തിൽ കുറച്ചുകൂടി വ്യത്യസ്തമായിരുന്നു. കാരണം ഒരു ചതുപ്പ് സ്ഥലത്ത് വാഴത്തോട്ടത്തിനുള്ളിൽ അവശനായ ആന നിന്നതുകൊണ്ട് തന്നെ വലിയ പരാക്രമങ്ങൾ നടത്തിയില്ല. അങ്ങനെയാണ് ഈ തണ്ണീർക്കൊമ്പനെ പിടിക്കാൻ കഴിഞ്ഞത്. ഈ വേലൂർ മഖനെ പോലും ഹസനിൽ കൂടിയത് കുറെ ദിവസങ്ങളുടെ തയ്യാറെടുപ്പുകൾക്ക് ശേഷമാണ്. തേയിലത്തോട്ടത്തിൽ തങ്ങിയിരുന്ന ആനയെ പിടികൂടാൻ കഴിഞ്ഞത് കുറച്ച് അധികം ദിവസങ്ങളുടെ തയ്യാറെടുപ്പുകൾക്ക് ശേഷമാണ് എന്നാണ് വനംവകുപ്പ് പറയുന്നത്. അതുകൊണ്ട് അങ്ങേയറ്റം അനായാസമായ തണ്ണീർക്കൊമ്പനെ പിടിക്കുന്ന രീതിയിൽ പിടിക്കാൻ കഴിയുന്ന ഒരു ദൌത്യമല്ല ഇത്. ആ ദൌത്യം പൂർണ്ണ വിജയം കണ്ടെത്തും വരെ തങ്ങൾ കാട്ടിലുണ്ടാവും എന്നാണ് വനംവകുപ്പ് പറയുന്നത്. അതാണ് വയനാട്ടിൽ നിന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട സനീഷ് കുമാർ നോക്കുകയായിരുന്നു. നമുക്ക് ഒരിക്കൽ കൂടി ചെട്ടികുളങ്ങരയുടെ തിരിച്ചു വരണം. അനുഷ്ഠാനങ്ങളുടെ ആചാരങ്ങളുടെ വലിയ ആഘോഷമാണ് കുംഭകാഴ്ചകൾ എന്ന് പറഞ്ഞാൽ അത് കെട്ടുവൃത്തിയുടെ വലിയ കലാചാരിതയുടെ ഒക്കെ ഒരു സമ്മേളനം കൂടിയാണ്. നിരവധിയായ കാര്യങ്ങൾ നാട്ടുകാർക്ക് ദേശത്തോട് ലോകത്തോട് വിളിച്ചു പറയാനുണ്ട്. കുത്തിവെപ്പ് രാവുകളായിരുന്നു കഴിഞ്ഞ കുറെ നാളുകളായി ചെട്ടികുളങ്ങരയിൽ. അതിന്റെ വിശേഷങ്ങൾ പങ്കുവെക്കാൻ ശ്രീ പ്രണവൻ ശ്രീകുമാർ, അദ്ദേഹത്തിന് സ്വന്തമായി കുത്തിയോട്ട സമിതിയുണ്ട്. ആഞ്ജനേയ കുത്തിയോട്ട സമിതി എന്നോടൊപ്പം ചേരുന്നുണ്ട്. നമസ്കാരം ചേട്ടാ. എങ്ങനെയാണ് ഇത്തവണത്തെ കുത്തിയോട്ട കാര്യങ്ങളൊക്കെ എങ്ങനെ പോയി? ഈ തവണ കുത്തിയോട്ടം എന്ന് പറഞ്ഞാൽ പഴയതിൽ നിന്നും വ്യത്യസ്തമായിട്ട് കുറച്ചുകൂടെ പ്രാധാന്യം അർഹിക്കുന്ന രീതിയിലേക്കാണ് മാറിയിട്ടുള്ളത്. ഇവിടെ ഏകദേശം അംഗീകാരമുള്ള 45 സമിതികളുണ്ട്. അത് അനുഷ്ഠാനത്തിന്റെ കാര്യത്തിലാണെങ്കിലും പാട്ടിന്റെയും ചൂടിന്റെയും കാര്യത്തിലാണെങ്കിലും മറ്റ് ദക്ഷിണ കേരളത്തിലുള്ള കുത്തിയോട്ടങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള രീതിയിലാണ്. ഞാൻ തന്നെ പ്രതിനിധീകരിക്കുന്ന സമിതിയാണ് മറ്റത്തൊക്കെ വേളഞ്ഞാട്ട് ആഞ്ജനേയ കുത്തിയോട്ട സമിതി. ഈ കുത്തിയോട്ട കലാകാരന്മാര് ആ ദിവസങ്ങളിൽ ചുവടുവെക്കണേ വലിയൊരു പരിശീലനത്തിന്റെ ആവശ്യമുണ്ടല്ലേ? അതെങ്ങനെയാണ് അതിന്റെ ഒരു രീതി? ഏകദേശം ഒരു വർഷക്കാലം ഇതിന്റെ പരിശീലനം നടക്കുന്നുണ്ട്. പാട്ടിന്റെയും ചൂടിന്റെയും അങ്ങനെ കൊച്ചുകുട്ടികൾ തൊട്ട് പ്രായമുള്ള ആൾക്കാർ വരെ ഇതിനകത്ത് പ്രാധാന്യം അറിയിക്കുന്ന രീതിയിൽ തന്നെ ചൂടുകൾ വെക്കുന്നുണ്ട്. അതുപോലെ തന്നെ ചൂടിന്റെയും അതുപോലെ തന്നെ പാട്ടിന്റെയും ആശാന്മാരുണ്ട്. എൻ്റെ കൂട്ടത്തിൽ തന്നെ മുഹത്തുകുമാർ എന്ന് പറഞ്ഞ ചൂടിന്റെ ആശാനാണ്. അങ്ങനെ ഏകദേശം 100-ൽ പരം കലാകാരന്മാർ ഈ അനുഷ്ഠാനത്തിൽ പങ്കെടുക്കുന്നുണ്ട്. ചെട്ടുളങ്ങളുടെ മാത്രം ഒരു പ്രത്യേകതയാണ് ഈ കുത്തിയോട്ടം എന്ന് പറയുന്നത്. 13 കരയിൽ ആസ്പദമാക്കിയാണ് ഈ കുത്തിയോട്ടം നിലനിൽക്കുന്നത്. ഈ ഒരു കുത്തിയോട്ടത്തിന് ഇത്ര ആളുകൾ ചെവിടുകാർ അങ്ങനെ ഒരു കണക്കുണ്ടോ? ഇത് നേരത്തെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ കുറച്ച് സമിതികൾ മാത്രമേ ഉള്ളായിരുന്നു, കുറച്ച് ആശാന്മാർ മാത്രമേ ഉള്ളായിരുന്നു. ഇപ്പോൾ അതിൽ നിന്നും വ്യത്യസ്തമായിട്ട് 13 കരയുടെയും പ്രാധാന്യം ഉൾക്കൊണ്ടുകൊണ്ട് വളരെയേറെ സമിതികൾ, അംഗീകാരമുള്ള സമിതികൾ ഇതിലേക്ക് വന്നിട്ടുണ്ട്. ഇത് നമ്മുടെ നാടിൻ്റെ ഒരു ഭാഗമായിട്ട് തന്നെ കുത്തിയോട്ടം മാറിയിട്ടുണ്ട്. ഇത് നമുക്ക് ഈ ഓരോ ദിവസവും ഓരോ വർഷവും കുത്തിയോട്ടത്തിന്റെ പ്രാധാന്യം കുറയുന്നില്ല, എണ്ണം കൂടി വരികയും ചെയ്യുന്നു. അപ്പോൾ ഇത് വലിയൊരു ചെലവുള്ള ഒരു സംഭവമാണ് എന്ന് പലർക്കും കേൾക്കുന്നുണ്ട്. നമുക്ക് പല രീതിയിൽ നടത്തിയെടുക്കാം അല്ലേ? ഇത് വലിയ ചെലവുള്ള ഒരു കാര്യം അനുഷ്ഠാനമല്ല. ഇനി അനുഷ്ഠാനത്തിന് പ്രാധാന്യം കൊടുത്തു കഴിഞ്ഞാൽ ബാക്കി കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ച് ചെയ്താൽ മതി. വലിയ ചെലവുകൾ വരുന്ന അതാണ് ആ കുത്തിയോട്ട വിശേഷങ്ങൾ. വലിയ പ്രധാനപ്പെട്ട ചടങ്ങാണ് കുത്തിയോട്ടം എന്ന് പറയുന്നത്. കാലങ്ങളിൽ നീണ്ട അധ്വാനമുണ്ട്. ഇവിടുത്തെ ഓരോ ചടങ്ങുകൾക്കും ഇപ്പോൾ ഇവിടേക്ക് ഈ കാഴ്ചക്കണ്ടത്തിലേക്കാണ് വൈകുന്നേരത്തോടുകൂടി 13 കരകളിലെ കെട്ടുകാഴ്ചകൾ നിരക്കുക. ഇപ്പോൾ ഈ കാഴ്ചക്കണ്ടം ഏതാണ്ട് പൂർണ്ണമായും തയ്യാറെടുത്തു കഴിഞ്ഞു. 13 കരകളിലെ ഈ കാഴ്ചകൾ നിരക്കുക എന്ന് പറയുന്നത് വളരെ മനോഹരമായ ഒരു സംഗതിയാണ്, ഒരു കാഴ്ചയാണ്. ഈരേഴ് വടക്ക്, ഈരേഴ് തെക്ക് തുടങ്ങി 6 കുതിരകൾ, വലിയ മാനമുട്ടെ, അതായത് അമ്പരചുംബികൾ എന്നാണ് ഓണാട്ടുകരക്കാർ വിശേഷിപ്പിക്കുന്നത്. അമ്പരചുംബികളായ 6 കുതിരകൾ, 5ഓളം തേരുകളൊക്കെ വിശിഷ്ടമായ നമ്മുടെ ഈ ബുദ്ധ സംസ്കാരത്തിന്റെയൊക്കെ ഒരു പ്രതിഫലനമായാണ് ഈ
നാട്ടുവൃത്തിയൊക്കെ കാണുന്നത്. അതിലൊരു തേരും മറ്റും നമുക്ക് തൊട്ടടുത്തുണ്ട്, അതിലേക്ക് പോകാം, അതിന്റെ വിശേഷങ്ങളിലേക്കും ഒക്കെ പോകാം. ഒപ്പം ഭീമൻ ഹനുമാൻ, അത് ഈ ഭഗവതവുമായി ബന്ധപ്പെട്ടുള്ള ഭീമന്റെ വരവ്, ഒപ്പം ഹനുമാൻ കല്യാണ സൗഗന്ധികം തേടി പോകുന്ന ഹനുമാന്റെ ഒരു രീതി, അങ്ങനെ പല വിധത്തിലുള്ള പല തരത്തിലുള്ള കെട്ടുകാഴ്ചകളാണ് ഇവിടെ നിരക്കുന്നത്. അത് പ്രൗഢഗംഭീരമായ കാഴ്ചയാണ്. അത് കാണാൻ ലക്ഷോപലക്ഷം ജനങ്ങൾ ഇങ്ങോട്ടേക്ക് വരികയും അവർ അതിന്റെ ആത്മനിർവൃതിയോടുകൂടി മടങ്ങുകയും ചെയ്യും. ഇന്ന് രാത്രി മുഴുവൻ ഓണാട്ടുകരക്കാർക്ക് ഉറക്കമില്ലാത്ത ഒരു ദിവസമാണ്. കാരണം ഈ കണ്ടത്തിലെത്തി വൈകുന്നേരത്ത് ഇതിനൊപ്പം ചിലവഴിച്ച് ഈ കാഴ്ചകൾ കണ്ട് ദേവിയെ കണ്ട് തൊഴുത് ഇത് മുഴുവൻ ക്ഷേത്രം തുറന്നിരിക്കുമെന്നുള്ളതും വളരെ പ്രത്യേകതയുള്ള കാര്യമാണ്. അങ്ങനെ ഒരുപാട് പ്രത്യേകതകൾ നിറഞ്ഞ ഒരു ഉത്സവത്തിനാണ് ഇപ്പോൾ തുടക്കം കുറിച്ചിരിക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇപ്പോൾ കുത്തിയോട്ടം ഇവിടേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് കുത്തിയോട്ടം എന്ന് ചിത്രീകരിക്കാനുള്ള അനുവാദമില്ല. കാരണം അതുപോലെ അതിവിശിഷ്ടമായ ചടങ്ങാണ് നടക്കുന്നത്. ഈ ചൂരൽ മുറിയുക എന്നൊക്കെ പറയുന്നത് ദൈവീകമായി ഏറെ പ്രാധാന്യമുള്ള ചടങ്ങാണ്. അതുകൊണ്ട് ക്യാമറകളൊന്നും അവിടെ അലൗഡ് അല്ല. അതുകൊണ്ടാണ് നമ്മൾ അല്പം ഒന്ന് മാറി നിൽക്കേണ്ടി വരുന്നത്. കാരണം 15ഓളം കുത്തിയോട്ടങ്ങൾ വന്നു പോകേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായും അതിനുള്ള തയ്യാറെടുപ്പുകളും മറ്റും ഇവിടെ കാലങ്ങളായി നടക്കുന്നതാണ്. ശ്രീദേവി വിലാസം ഹിന്ദുമത കൺവെൻഷൻ എന്ന ഇവിടുത്തെ ഹിന്ദുമത സംഘടനയാണ് ഇതിന്റെ എല്ലാ മേൽനോട്ടങ്ങളും ഒരുക്കങ്ങളും ഒക്കെ നടത്തുന്നത്. ഈ കാണുന്ന ദൃശ്യങ്ങൾ ഈ ദേവിയെ കണ്ട് തൊഴുതു മടങ്ങാനായി കാത്തു നിൽക്കുന്ന നിരവധി ആളുകളാണ്. അവരൊക്കെ കുറെ മണിക്കൂറുകളായി ഇവിടെ കാത്തുനിന്ന് ദർശനം നടത്തി മടങ്ങാനുള്ള ശ്രമത്തിലാണ്. കുറെ നേരമായോ വന്നിട്ട്? ഒരു 3/4 മണിക്കൂർ. നല്ല ക്യൂ ഉണ്ടല്ലേ? അതെ, അവിടുന്ന് തുടങ്ങിയാണ്. എവിടുന്നാ വരുന്നേ? ഞങ്ങൾ കൃഷ്ണപുരം. എല്ലാ വർഷവും കുംഭഭരണി ദിവസം ഇവിടെ എത്താറുണ്ടോ? ശേഷം അവിചാരിതമായിട്ട് ഇത്തവണ വരാൻ പറ്റി. ഇത്തവണ എങ്ങനെയുണ്ട് ക്രമീകരണങ്ങളൊക്കെ? ക്രമീകരണങ്ങൾ ഞാൻ പറഞ്ഞില്ലേ 8 വർഷത്തിന് ശേഷം. അപ്പോൾ ഒരുപാട് മാറ്റങ്ങളുണ്ട്. ഇതിനുണ്ട് എങ്ങനെയുണ്ട്? നല്ല തിരക്കാണ്. എല്ലാ പ്രാവശ്യത്തേക്കാളും കൂടുതൽ തിരക്കാണ്. കണ്ട് തൊഴുതിട്ടേ മടങ്ങുള്ളൂ അല്ലേ? അങ്ങനെയാണ് ഒരുപാട് ആളുകൾ. നമുക്ക് ദൃശ്യങ്ങളിലേക്ക് പോകാം. വലിയ ക്യൂ ആണ്. കാരണം മണിക്കൂറുകളായി ഏതാണ്ട് 1.5 കിലോമീറ്റർ അപ്പുറം വരെ ഈ ക്യൂ ഇങ്ങനെ നീണ്ടു നിൽക്കുകയാണ്. ഈ പ്രത്യേക ദിവസമാണ് ചെട്ടികുളങ്ങരമ്മ ദേവിയുടെ പിറന്നാൾ ദിവസമാണ് ഇന്ന്, ഈ കുംഭമാസത്തിലെ ഈ ദിവസം എന്ന് പറയുന്നത്. അത് കണ്ട് ദേവിയെ കണ്ട് തൊഴുതു മടങ്ങാനുള്ള എല്ലാ തരത്തിലുമാണ്. എവിടെ നിന്നാണ് വരുന്നത്? ഞങ്ങൾ ചെറിയനാട്. കുറെ നേരമായിട്ട് ക്യൂ നിൽക്കുന്നല്ലേ? ആക്ച്വലി ഈ ക്യൂ അവോയ്ഡ് ചെയ്യാൻ വേണ്ടി പരിശ്രമിച്ചാണ്, പക്ഷേ പെട്ടുപോയി. ഇത് പിന്നെ അമ്മേ ശരണം, ദേവി ശരണം. അമ്മയുടെ നാമത്തിൽ എത്ര നേരം ക്യൂ നിന്നാലും ശരി അത് മതി വരത്തില്ല. ഒപ്പം തന്നെ ഈ ഒരു ദിവസത്തിന്റെ പ്രാധാന്യം എല്ലാ അമ്മ ഭക്തർക്കും എല്ലാവിധ ഐശ്വര്യങ്ങളും ഈ ഒരു സന്ദർഭത്തിൽ നേരുകയാണ്. ഓക്കെ, എല്ലാ വർഷവും കുംഭഭരണി നാളിൽ വരാറുണ്ടോ? അച്ഛൻ ഞങ്ങൾ ഇവിടെ ഉള്ളവരല്ല. ഇപ്പം കിട്ടുന്ന സന്ദർഭത്തിലെല്ലാം വരാറുണ്ട്. ഞങ്ങൾ ദുബൈയിലാണ്. ഇതേമാതിരിയുള്ള ആഘോഷം അവിടെയുണ്ട്. അതുകൊണ്ട് ചെട്ടികുളങ്ങര സംഘടനയുണ്ട്. മെയിൻ ചെട്ടികുളങ്ങര ക്യാപ്സ് എന്ന് പറയുന്നൊരു സംഘടനയുണ്ട്. ഇതേപോലെ തന്നെ ഒന്നും അല്ലെങ്കിൽ തന്നെ ഇതേപോലെ തന്നെ അവിടെ ആഘോഷമുണ്ട്. ഓക്കെ, താങ്ക് യു. അതാണ് ഈ ദുബായിൽ നിന്നൊക്കെ വരുന്ന ആളുകൾ. നേരത്തെ പറഞ്ഞ ചെട്ടികുളങ്ങരക്കാർക്ക് ഈ ഓണാഘോഷത്തെ പോലെ തന്നെ പ്രാധാന്യമുള്ളതാണ് കുംഭഭരണി. അവരുടെ ഓണാഘോഷം കൂടിയാണ് ഈ ഭരണി നാൾ എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. ആ ദിവസം അവർ ഏത് ഭാഗത്തായാലും അവർ ഈ നാട്ടിലെത്തുകയും കുംഭഭരണി ആഘോഷത്തിൽ പങ്കെടുത്ത് മടങ്ങുകയും ചെയ്യും. അത് അവരുടെ ഒരു പ്രത്യേകതയാണ്. ഈ ഓണത്തിന് പോലും നാട്ടിലെത്താത്ത ഓണാട്ടുകരക്കാർ പലരും എത്തുന്നത് ഈ ദിവസമാണ്. അവർ അതിനുള്ള ക്രമീകരണങ്ങൾ നേരത്തെ തന്നെ ഏർപ്പെടുത്തും. ലീവ് വേണമെങ്കിൽ ലീവ്, ആ കാര്യങ്ങൾ ശരിയാക്കും. മറ്റു കാര്യങ്ങൾ ടിക്കറ്റും ഒക്കെ ബുക്ക് ചെയ്ത് മിക്ക ഓണാട്ടുകരക്കാരും എത്തുന്ന ഒരു ദിവസം കൂടിയാണ് ഇന്ന് എന്ന് നമ്മൾ ഓർക്കണം. അങ്ങനെ വളരെ പ്രൗഢഗംഭീരമായ പ്രധാനപ്പെട്ട ഒരു ആഘോഷത്തിന് ഇവിടെ തുടക്കം കുറിച്ചിരിക്കുകയാണ്. നമുക്ക് ദൃശ്യങ്ങൾ കാണാം. ഇതൊന്നുമല്ല, കുറച്ചുകൂടി കഴിയുമ്പോൾ ഈ അമ്പലം ഭക്തജനങ്ങളെ കൊണ്ട് വലിയ തോതിൽ നിറയുകയും ഭക്തരുടെ വലിയ സാന്നിധ്യം രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങൾ, സംസ്ഥാനത്തെ വിവിധ ഭാഗങ്ങളുടെ ഭക്തരുടെ വലിയ സാന്നിധ്യം ഇവിടെ ഉണ്ടാവുകയും ചെയ്യും. നമുക്ക് ശ്രീദേവി വിലാസം ഹിന്ദുമത കൺവെൻഷന്റെ ഓഫീസിന് മുന്നിലാണ്. കാരണം മാസങ്ങൾ നീണ്ട ഒരു തയ്യാറെടുപ്പ് ഇതുമായി ബന്ധപ്പെട്ട് ഉണ്ട് എന്നുള്ളതാണ്. നമുക്കൊന്ന് പ്രസിഡന്റുമായി ഒന്ന് സംസാരിക്കാം. ചേട്ടാ, ഒരു മിനിറ്റ്. ഇന്ന് വലിയ ആഘോഷം, അതായത് അശ്വതിയും ഒപ്പം ഭരണിയും ഒരുമിച്ച് വരുന്ന ഒരു ദിവസം എന്ന പ്രത്യേകത കൂടിയുണ്ട്. അതിനനുസരിച്ച് തിരക്കും ഉണ്ടാവും അല്ലേ സ്വാഭാവികമായും? ഇല്ല, അതിനനുസരിച്ച് ഇവിടെ അശ്വതിയുടെ പരിസരത്ത് തട്ടാരമ്പലത്തിന് അപ്പുറത്ത് മറ്റേ മഹാദേവ ക്ഷേത്രം മാത്രമേ ഉള്ളൂ. അത് ബഹുമാനപ്പെട്ട പോലീസ് ഓഫീസേഴ്സിന്റെ നേതൃത്വത്തിൽ 2 അമ്പലത്തിന്റെ കമ്മിറ്റിക്കാരെയും വിളിച്ചേച്ച് ഓരോ കെട്ടുകാഴ്ചകൾ കടന്നു പോകേണ്ട സമയങ്ങൾ അവർ നിശ്ചയിക്കുകയും അതിന്റെ അടിസ്ഥാനത്തിൽ 2 കൂട്ടരും കൂടെ നല്ലൊരു രീതിയിലാണ് കെട്ടുകാഴ്ചകൾ, അതിനൊക്കെ പ്രത്യേക സമയം കൊടുത്തിട്ടുണ്ട്.
ആ സമയത്ത് തന്നെ ആ കെട്ടുകാഴ്ചകൾ പിടിച്ചു മാറത്തുള്ളൂ. ഈ നിയന്ത്രണങ്ങൾ കാര്യമായിട്ടുണ്ടോ ഇന്ന്? ഇന്ന് പ്രത്യേകിച്ച് സാധാരണ എല്ലാ വർഷത്തെയും പോലെ തന്നെയുള്ള പോലീസിന്റെ നിയന്ത്രണങ്ങളും ഇവിടുത്തെ ഇന്ന് ഉച്ചവരെ 130 വാളണ്ടിയേഴ്സ് ഉണ്ട്, അവരുടെ നിയന്ത്രണങ്ങളും ആയിട്ടാണ്. കുത്തിയോട്ടത്തിന് വാളണ്ടിയേഴ്സിന്റെ നിയന്ത്രണങ്ങളും ബാക്കി പൊതുവെ പോലീസിന്റെ നിയന്ത്രണങ്ങളും ഉണ്ടായിരിക്കുന്നത്. ഇത് കുത്തിയോട്ടങ്ങൾ വന്നു തുടങ്ങിയപ്പോൾ ഇനിയുള്ള ചടങ്ങുകൾ എന്തൊക്കെയാണ്? രണ്ട് കുത്തിയോട്ടം കയറിയിട്ടുണ്ട്. മൂന്നാമത്തെ കുത്തിയോട്ടം വാതുക്കെ വന്ന് നിൽപ്പുണ്ട്. ഒരു കുത്തിയോട്ടം കയറി അതിന്റെ ചടങ്ങുകൾ പൂർത്തിയാക്കിയതിന് ശേഷം മാത്രമേ അടുത്ത കുത്തിയോട്ടം ക്ഷേത്രത്തിനകത്തോട്ട് പ്രവേശിക്കത്തുള്ളൂ. എത്ര കുത്തിയോട്ടമുണ്ട് ഇത്തവണ? 16 കുത്തിയോട്ടമാണ് നിലവിലുള്ളത്. 16 കുത്തിയോട്ടം അതിന്റെ ക്രമം അനുസരിച്ച് വരുന്ന കാലം ഇതിനകത്ത് ക്രമമില്ല. മുൻപേർ വരുന്ന കുത്തിയോട്ടം കയറിക്കൊണ്ടിരിക്കും. ആരുടെ കുത്തിയോട്ടമാണല്ലോ. അതാണ് അതിന്റെ ക്രമീകരണം. ശ്രീദേവിലാസം ഹിന്ദുമത കൺവെൻഷന്റെ പ്രസിഡന്റാണ് നമ്മൾ സംസാരിച്ചത്. ഗോവിന്ദേട്ട, ഒരു മിനിറ്റ്. ഈ നമുക്ക് എല്ലാ വർഷവും നമ്മൾ വളരെ പ്രൗഢഗംഭീരമായിട്ടാണ് നമ്മുടെ ഒരു ആഘോഷമാണ്. ഇത്തവണ കുറച്ചുകൂടി വലിയൊരു ക്രൗഡിനെ പ്രതീക്ഷിക്കുന്നുണ്ട് അല്ലേ? തീർച്ചയായിട്ടും. അതായത് ഓണാട്ടുകരയുടെ പരദേവതയാണ് ചെട്ടികുളങ്ങര ഭഗവതി. ചെട്ടികുളങ്ങരയുടെ മാത്രമല്ല, ഓണാട്ടുകരയുടെ തന്നെ ദേശീയ ഉത്സവമാണ് കുംഭഭരണി. അന്നേരം ഈ വർഷം വിപുലമായ സൗകര്യങ്ങളാണ് കൺവെൻഷൻ ഇതിനുവേണ്ടി ഒരുക്കിയിട്ടുള്ളത്. 13 കരകളിൽ നിന്നും ഉച്ചയ്ക്ക് 1:30 മുതൽ 3 വരെ രാഹുകാലമായതിനാൽ 1 മണിക്ക് തന്നെ കെട്ടുകാഴ്ചകൾ നീക്കി വെച്ചുകൊണ്ട് ഏതാണ്ട് വൈകിട്ട് 7 മണിക്ക് 8 മണിക്കുള്ളിൽ തന്നെ 13 കരകളിലെയും കുത്തിയോട്ടം അല്ല കെട്ടുകാഴ്ചകൾ ഉൾപ്പെടെയുള്ളവ ക്ഷേത്രകണ്ഠത്തിൽ നിരക്കുന്നതിനുള്ള സൗകര്യങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. അതിൻ്റെ 16ഓളം കുത്തിയോട്ടങ്ങൾ ഇവിടെ എത്തുന്നുണ്ട്. ആ 16ഓളം കുത്തിയോട്ടങ്ങൾ രാവിലെ സമർപ്പണത്തിന് വേണ്ട എല്ലാ സൗകര്യങ്ങളും ഒരുക്കുന്നുണ്ട്. അതിനു മുമ്പായി അതോടൊപ്പം തന്നെ ഈ ഓണാട്ടുകാരുടെ കാർഷിക സംസ്കൃതിയുടെ ഭാഗമായ ഭരണിച്ചന്ത അത് സുഗമമായി നടത്തുന്നതിന് ഏതാണ്ട് 4 ദിവസം മുമ്പ് തന്നെ അതിൻ്റെ പ്രവർത്തനങ്ങൾ തുടങ്ങിയിട്ടുണ്ട്. ഭരണി കഴിഞ്ഞും 2 ദിവസം പ്രവർത്തിക്കുന്നതിനുള്ള സൗകര്യങ്ങൾ ഒരുക്കിയിട്ടുണ്ടെന്നാണ് പഞ്ചായത്ത് പറഞ്ഞിട്ടുള്ളത്. ഈ ചേട്ടൻ എത്രയോ വർഷമായി ഈ കുംഭഭരണിയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നുണ്ട്. പക്ഷേ ഓരോ വർഷവും അതിന്റെ പ്രൗഢി ഒട്ടും കുറയുന്നില്ല. ഒപ്പം പ്രവർത്തിക്കുന്നവർ പഴയ തലമുറയായാലും പുതിയ തലമുറയായാലും നമ്മുടെ കുതിരച്ചവിട്ടിലായാലും ഇതിന്റെ നിർമ്മാണത്തിലായാലും ഒക്കെ പങ്കുവഹിക്കുന്നവരുടെ എണ്ണം കൂടി വരുന്നതേ ഉള്ളൂ. അതിന്റെ പിന്നിൽ എന്തായിരിക്കും? ആ ചൈതന്യം എന്തായിരിക്കും? ഉത്സവം എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ദേവീ ചൈതന്യം ഇവിടെ വർദ്ധിപ്പിക്കുന്ന ഒരു ഉത്സാഹം തന്നെയാണ്. അതായത് അപാരവൃദ്ധം ജനങ്ങളുടെ ഒരു കൂട്ടായ്മ, ഐക്യത്തിന്റെയും അതായത് ജാതി മത വ്യത്യാസമില്ലാതെ ഏവരും ഒറ്റ മനസ്സോടുകൂടി പ്രവർത്തിക്കുന്ന ഒരാഘോഷം ഇവിടെ മാത്രമാണ്. അതുമാത്രമല്ല, മണ്ണിൽ വളർന്ന അല്ലെങ്കിൽ മണ്ണിൽ ജനിച്ച മണ്ണിൽ വളർന്ന കർഷകരുടെ ഒരു കൂട്ടായ്മയാണ് ഓണാട്ടുകര. ഓണമൂട്ടുകരയെന്നാണ് ഓണാട്ടുകര അറിയപ്പെടുന്നത്. ആ ഓണമൂട്ടുകരയുടെ പരദേവതയാണ് ചെട്ടികുളങ്ങര ഭഗവതി. ഏതാണ്ട് ഒരു പഴയ തലമുറ പകർന്നു നൽകുന്ന ആ ഒരു കർത്തവ്യം ഏതാണ്ട് കുറേ നാളുകളായി ഈ ഇപ്പോഴത്തെ തലമുറ അത് വഹിച്ചുകൊണ്ടു പോകും. അതുകൊണ്ടാണ് കൊച്ചു കുഞ്ഞുങ്ങൾ മുതൽ ഇലതട വിളമ്പുന്നത് മുതൽ ഏതാണ്ട് കൊച്ചു കുഞ്ഞുങ്ങൾ കെട്ടുന്നത് വരെ, കെട്ടുകാഴ്ച ഇവിടെ സമർപ്പിക്കുന്നത് വരെ അപാരവൃദ്ധം ജനങ്ങളുടെ ഒരു കൂട്ടായ്മയാണ്. ദ ഗ്രേറ്റസ്റ്റ് ഈവന്റ് ഓൺ ദി എർത്ത് എന്നാണ് ഈ ഭൂമിയിലെ ഏറ്റവും വലിയ ഉത്സവം. യുനെസ്കോയുടെ പട്ടികയിലടക്കം അതിന്റെ അംഗീകാരം നിറവിലാണ്. അതിന്റെ ഭാഗമായി 2011 നമ്മൾ നോമിനേഷൻ സമർപ്പിച്ചിട്ടുണ്ട്. അതിന്റെ ഭാഗമായി കഴിഞ്ഞ 2 വർഷങ്ങൾക്ക് മുമ്പ് കേന്ദ്ര ഗവൺമെന്റ് ICH ഇൻടാഞ്ചിബിൾ കൾച്ചറൽ ഹെറിറ്റേജ് ആയി ഈ ഉത്സവത്തെ അംഗീകരിച്ചിട്ടുണ്ട്. നന്ദി. അതാണ് ഈ ഉത്സവത്തിന്റെ പ്രത്യേകതകൾ. അത് ഓരോ വർഷവും ഇതിന്റെ ഒരു ഗാംഭീര്യം വല്ലാതെ തോതിൽ കൂടുന്ന ഒരു പശ്ചാത്തലം കൂടിയുണ്ട്. പലതരത്തിലാണ് വ്യത്യാസങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. നമുക്ക് കാണാം, ദൃശ്യങ്ങളിലൊക്കെ കാണാം, ഒരുപാട് ശ്രമങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് ഉണ്ടാകുന്നതും ഒക്കെ നമുക്ക് കാണാം. ഒരുപാട് ആളുകളുടെ ഒരു കൂട്ടായ്മയാണ്. ഒത്തിരി ഒരു അധ്വാനമാണല്ലേ, എത്ര നാളത്തെ ഒരു ശ്രമമാണ്. ഇന്നത്തെ കുംഭഭരണി അനുബന്ധിച്ച് നമ്മുടെ 13 കരയിൽ നിന്നും 10 വാളണ്ടിയേഴ്സ് ആണ് ഇവിടെ നിൽക്കുന്നത്. 30 പേര് വാളണ്ടിയേഴ്സ് ആണ്. അവരാണ് ഇവിടുത്തെ തിരക്കുകൾ നിയന്ത്രിക്കുന്നത്. അത് 4 ഗേറ്റിന്റെ അവിടെയും എല്ലാവരെയും നിയന്ത്രിക്കുന്നതും ഇവിടുന്ന് ഡീറ്റെയിൽ ചെയ്യുന്നതാണ്. ഞങ്ങൾ ഇവിടുന്നാണ് കൺവെൻഷനാണ് നിയന്ത്രിക്കുന്നത്. അപ്പം അതിന്റെ എല്ലാ ഏർപ്പാടുകളും ചെയ്തു കഴിഞ്ഞു. അതാണ് ഒരുപാട് ശ്രമങ്ങളുണ്ട്. ഇന്നും ഈ പല തരത്തിലുള്ള നിയന്ത്രണങ്ങൾ ആവശ്യമുണ്ട്. കാരണം ലക്ഷോപലക്ഷം ജനങ്ങൾ വന്നു പോകുന്ന ഒരു പശ്ചാത്തലം കൂടിയാണ്. സ്വാഭാവികമായും അതിനനുസരിച്ചുള്ള തയ്യാറെടുപ്പുകളുണ്ട്. വോളണ്ടിയേഴ്സ് ഉണ്ട്, അവരുടെ പങ്കാളിത്തം വലിയ തോതിൽ ഇവിടെയുണ്ട്. അവരാണ് ഈ കാര്യങ്ങളൊക്കെ നിയന്ത്രിക്കുന്നത്. ഈ ഭക്തജനങ്ങളെ ഒക്കെ ദേവി ദർശനം നടത്തി മടക്കാനുള്ള ഉത്തരവാദിത്വം അവർക്കാണ്. പക്ഷേ അത് നമുക്ക് ഈ ദൃശ്യങ്ങളിലേക്ക് ഒന്ന് പോകണം. ഇതാണ് ഞാൻ പറഞ്ഞ കെട്ടുകാഴ്ചകളിൽ വളരെ പ്രധാനമായ ഒന്ന്. ഇത് തേരാണ്. തേരിന് പൊതുവെ പൊക്കക്കുറവാണ്. നമ്മുടെ കുതിരയുടെ പൊക്കം തേരിന് വരില്ല. ഇതുപോലത്തെ 5 തേരുകൾ കാഴ്ചക്കണ്ടത്തിൽ വൈകുന്നേരം നിരക്കുമെന്നുള്ളതാണ്. ഇത് ആഞ്ഞിലിപ്ര എന്ന കരയുടെ വളരെ പ്രധാനപ്പെട്ട ഒരു തേരാണ് പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതിന്റെ കെട്ടുവൃത്തിയൊക്കെ ഒന്ന് കണ്ട് മനസ്സിലാക്കണം. ഇത് വളരെ മനോഹരമായ ശൈലിയിലാണ് ഇതിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങളൊക്കെ. ഇത് 7 ദിവസം മുൻപാണ് നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചത്. അതിനുശേഷം ഇന്ന്
ഇത് ഏതാണ്ട് അതിന്റെ പൂർത്തീകരണത്തിലേക്ക് കടക്കുകയാണ്. വൈകുന്നേരം 3 മണിക്ക് ശേഷമാണ് ഈ തേര് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. ഇത്തരത്തിലുള്ള 13 കെട്ടുകാഴ്ചകൾ നിരക്കുന്ന ഒരു സംഗമ ഭൂമി കൂടിയാണ് ഈ പറഞ്ഞ ചെട്ടിക്കുളങ്ങര കുംഭഭരണി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നമുക്കിനിയും അല്പമൊന്ന് സമയമൊന്ന് കോഴിക്കോട്ടേക്ക് ഒന്ന് പോയി നോക്കാം. കോഴിക്കോട്ട് അല്പം മധുരം നുകരാം. നമുക്കറിയാം കോഴിക്കോട് മധുരത്തിന്റെ നാടാണ്. ഒരുപാട് തരത്തിലുള്ള മധുരങ്ങൾ നമുക്ക് അവിടെ ചെന്നാൽ രുചിച്ചു നോക്കാൻ പറ്റുന്ന ഒരു സ്ഥലമാണ്. 40 വർഷത്തിലധികമായി മധുരം മാത്രം വിളമ്പുന്ന കോഴിക്കോട്ടുകാരുടെ സ്വന്തം ബാലാജി സ്വീറ്റ്സ് ഉണ്ട്. അവിടെ ബാലാജി സ്വീറ്റ്സിലേക്ക് ചേരുന്നത് നമ്മുടെ കോഴിക്കോടിന് തന്നെ സ്വന്തം ഭവ്യാണ്. ഭവ്യക്കൊപ്പം നമുക്ക് അല്പസമയം ബാലാജിയുടെ മധുരം നുകരാം. ഹലോ, നമസ്കാരം. മധുരം ഇഷ്ടപ്പെടാത്ത മലയാളികൾ ഉണ്ടാവില്ല അല്ലേ? അങ്ങനെയാണെങ്കിൽ ഞങ്ങൾ ഇന്നുള്ളത് നമ്മുടെ കോഴിക്കോടുള്ള ബാലാജി സ്വീറ്റ്സിന്റെ മുന്നിലാണ്. ഞങ്ങൾ അങ്ങോട്ട് പോവാൻ നിൽക്കുകയാണ്. അവിടെ നമുക്കായി ഒരുപാട് മധുര പലഹാരങ്ങൾ കാത്തിരിക്കുന്നുണ്ട്. എന്തൊക്കെയാണ് ഇവിടുത്തെ സ്പെഷ്യൽ എന്ന് നോക്കാം. പ്രത്യേകിച്ചും കോഴിക്കോട്ടുകാരെ കുറിച്ച് പറയണ്ടല്ലോ അല്ലേ? അവരെല്ലാവരും ഭയങ്കര മധുരപ്രിയരാണ്. അപ്പോൾ നമുക്ക് നേരെ ബാലാജി സ്വീറ്റ്സിലേക്ക് പോവാം. എന്തൊക്കെയാണ് നമുക്ക് അവിടെ ഇന്ന് ഉള്ളത് നോക്കാം അല്ലേ? ഓക്കെ. നമ്മളിപ്പോൾ ഉള്ളത് ബാലാജി സ്വീറ്റ്സിന്റെ ഉള്ളിലാണ്. ഈ ഫാക്ടറിക്ക് അകത്താണ്. ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഒരുപാട് മധുര പലഹാരങ്ങളൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. എന്തോ ഒരു പുതിയ ഐറ്റം ഒക്കെ ഉണ്ടാക്കുന്നുണ്ട്. അത് എന്താണെന്ന് നമുക്ക് ചോദിക്കാം. എന്തായാലും നമുക്ക് ഇവരുടെ വിശേഷങ്ങളൊക്കെ നേരെ ചോദിച്ചറിയാം. ചേട്ടാ നമസ്കാരം, എന്താ പേര്? പേര് മുന്നാറാമാണ്. നമസ്കാരം. എത്ര വർഷമായി ഇവിടെ? എനിക്ക് 18 വർഷമായി. 18 വർഷമായിട്ട് ഇവിടെയാണുള്ളത്. സ്വന്തം നാട് രാജസ്ഥാനാണ്. രാജസ്ഥാനിൽ നിന്ന്. അപ്പം 18 വർഷമായിട്ട് കേരളത്തിൽ കോഴിക്കോടാണ്. ഓക്കെ. എന്തുകൊണ്ടാണ് നിങ്ങൾ കോഴിക്കോട് തെരഞ്ഞെടുത്തത് ഇങ്ങനെ ഈ 18 വർഷമായിട്ട് ഇവിടെ തന്നെ നിൽക്കാൻ? കോഴിക്കോട് കേരളത്തിലെ 8 ഷൂട്ട്സ് പോകുന്ന സ്ഥലം കോഴിക്കോടാണ്. ബാക്കി സ്റ്റേറ്റിൽ ഇത്ര ഷൂട്ട്സ് പോകുന്നില്ല. കോഴിക്കോട് 8 ഷൂട്ട്സ് കൂടുതൽ ചെയ്യലുണ്ട് ഇവിടെ. അതായത് കോഴിക്കോട്ടുകാർ നന്നായിട്ട് മധുരം കഴിക്കും. നിങ്ങൾ എത്ര പേരുണ്ട് ഇവിടെ വർക്ക് ചെയ്യുന്നത്? ഇപ്പോൾ ഒരു 25 ആൾക്കാരുണ്ട്. 25ഓളം ആളുകളുണ്ട് അല്ലേ? എല്ലാരും രാജസ്ഥാൻകാരാണ്? രാജസ്ഥാൻകാർ, എല്ലാ രാജസ്ഥാൻ. എന്തൊക്കെ സ്വീറ്റ്സ് ഇവിടെ ഉണ്ടാക്കുന്നത്? ലഡു, ഗീ പാക്ക്, മൈസൂർ പാക്ക്, ജിലേബി, പിന്നെ പാൽ ഐറ്റം, കേസു ബർഫി, ഇവിടെ പല സാധനം ഉണ്ടാക്കുന്നുണ്ട് നമ്മള്. കൂടുതലും ഈ പാൽ ഐറ്റം കൂടുതൽ പോകുന്നുണ്ട്. കൂടുതൽ ആളുകൾ ഏറ്റവും കൂടുതൽ വാങ്ങുന്നത് ഏതാണ്? പാൽ ഐറ്റം. നിങ്ങളുടെ സ്പെഷ്യൽ എന്താണ്? സ്പെഷ്യൽ മിൽക്ക് കേക്കാണ് നമ്മള്. മിൽക്ക് ആണ്. ഓക്കെ. ഇവിടെ വന്നിട്ടാണോ മലയാളം പഠിച്ചത്? നന്നായിട്ട് മലയാളം സംസാരിക്കുന്നുണ്ടല്ലോ. ചേട്ടാ ഇതെന്താ ഇവിടെ ഉണ്ടാക്കുന്നത്? അത് ബർഫിയാ. അത് പാൽ വാങ്ങിയിട്ട് നേരെ അതിൽ ഒഴിച്ചിട്ട് റെഡിയാക്കിയിട്ട് മിൽമ പാലാ. പിന്നെ ബർഫി ഉണ്ടാക്കുക, അതിന് പേട ഉണ്ടാക്കുക. പേട ഉണ്ടാക്കുന്നത് ഇങ്ങനെയാണോ? സെയിം മെറ്റീരിയൽ. ഓ ശരി. ഇതിൽ എന്തൊക്കെയാണ് ഉപയോഗിക്കുന്നത്? പാല്, പഞ്ചസാര, നെയ്യ്. പാല്, പഞ്ചസാരയും നെയ്യ്, 3 ഐറ്റം. ഇത് ഉണ്ടാക്കാൻ ഇങ്ങനെ ഒരുപാട് സമയം വേണോ? ഒരുപാട് സമയം വേണം. ചേട്ടാ ഇപ്പൊ ഒരുപാട് ഐറ്റം കാണുന്നുണ്ട്. ഇതൊക്കെ ഇങ്ങനെ ഇന്ന് രാവിലെ പ്രിപ്പയർ ചെയ്തതാണ്? ഓക്കെ. ഇതിന്റെയൊക്കെ പേരൊന്ന് പരിചയപ്പെടുത്തി. അത് ബദാം ബിസ്കിറ്റ്, അത് സ്ട്രോബെറി കേക്ക്, അത് ലഡു, അത് മവ ബാട്ടി, മറ്റേ പേട, അത് ചംചം, മറ്റേ കാജു ബർഫി, അത് കേസരി ടിക്കി. ഇതൊരു വെറൈറ്റി ആണല്ലോ? ഇത് ഞാൻ കണ്ടിട്ടില്ല. ഇത് സ്പെഷ്യൽ ആണ് നമ്മളെ. സ്പെഷ്യൽ ആണ്. ഓക്കെ. എന്താ ഈ സ്പെഷ്യലിന്റെ പ്രത്യേകത? സ്ട്രോബെറി ടേസ്റ്റ് ഉണ്ട് അതില്. ചേട്ടാ ഇതിപ്പോ എന്താ ഉണ്ടാക്കുന്നത്? ഇത് ഗുലാബ് ജാമുൻ ഉണ്ടാക്കുന്നത്. ഗുലാബ് ജാമാണ്. ഓക്കെ. ഇത് എന്തൊക്കെയാ സാധനങ്ങൾ? ഇത് മിൽക്കിൽ പാലിലുണ്ടാക്കുന്നത്. പാലാണ് ഗുലാബ് ജാം ഉണ്ടാക്കുന്നത്. ഇപ്പൊ നിങ്ങൾ എന്താ ഇവിടെ ചെയ്യുന്നത്? ഇവിടെ ഇപ്പൊ ഗുലാബ് ജാമുൻ പണി ചെയ്യുന്നത്. ഇത് പൊടിയിൽ കോവ ഉണ്ടാക്കി അടുപ്പിൽ കോവ ഉണ്ടാക്കിയിട്ട് ഇതുണ്ടാക്കി. ഓക്കെ. അപ്പം പാല് കൊണ്ട് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാക്കിയിട്ട് ഇത് പിന്നെ എണ്ണയിൽ എന്നാലും ഇടാം. ഗുലാബ് ജാമുൻ റെഡി ആയിട്ട് ഗുലാബ് ജാമുൻ റെഡി ആയിട്ട് ജീരാത്തിലെല്ലാം എടുക്കാം. പഞ്ചസാര, ഇത് പഞ്ചസാര ലൈനാണ്. ഓക്കെ ഓക്കെ. അപ്പൊ ഗുലാബ് ജാം തയ്യാറായിട്ട് ഇനി നമ്മുടെ ഗുലാബ് ജാം ഇതിലേക്ക് ഇടും അല്ലേ? പഞ്ചസാരത്തിലിടും. ഓക്കെ.
വർഷങ്ങളായി കോഴിക്കോട്ടുകാരെ മധുരം കഴിപ്പിക്കുന്ന, കോഴിക്കോട്ടുകാരെ മധുരപ്രിയരാക്കുന്ന നമ്മുടെ ബാലാജി സ്വീറ്റ്സിന്റെ ഓണർ നമുക്കിപ്പം ഉണ്ട്. നമുക്ക് അദ്ദേഹത്തോട് തന്നെ ചോദിക്കാം. ചേട്ടാ, പേരെന്തുവാ? SP ശർമ്മ. ഓക്കെ, എത്ര വർഷമായി ഇവിടെ? ഒരു 10-40 കൊല്ലം കഴിഞ്ഞിട്ടുണ്ട്. 40 വർഷമായി. അപ്പം സ്വന്തം നാട്? സ്വന്തം നാട് രാജസ്ഥാൻ. രാജസ്ഥാൻ. എന്താണ് രാജസ്ഥാൻ എന്ന് കോഴിക്കോട് തിരഞ്ഞെടുക്കാനുള്ള കാരണം? കാരണം കേരളത്തിൽ 14 ജില്ലകളുണ്ടല്ലോ, അത് കോഴിക്കോട് എന്താ തിരഞ്ഞെടുത്തത്? എൻ്റെ ഫാദർ അവിടെ വന്നിട്ടുണ്ടായിന് ആദ്യം 1968. അച്ഛൻ ഇവിടെ വന്നിട്ട് ആദ്യം കുരുമുളക് കച്ചവടം ഉണ്ടായിന്. അത് കഴിഞ്ഞിട്ട് പിന്നെ കുരുമുളക് കച്ചവടം ഇവിടുന്ന് ഒക്കെ മാർക്കറ്റൊക്കെ പോയിന്. അപ്പോൾ ഫാദറിന് ഒരു ഐഡിയ ഉണ്ടായിന് ഇവിടെ നോർത്ത് ഇന്ത്യൻ സ്വീറ്റ്സ് തുടങ്ങാമെന്ന്. അപ്പോൾ ഇവിടെ ആദ്യം നോർത്ത് ഇന്ത്യൻ സ്വീറ്റ്സ് ഒന്നും ഉണ്ടായില്ല ഇവിടെ കോഴിക്കോടിലേക്ക്. അപ്പോൾ ഫസ്റ്റ് നമ്മൾ തന്നെ ഒരു നോർത്ത് ഇന്ത്യൻ രാജസ്ഥാനി ബംഗാളി സ്വീറ്റ്സ് ഓപ്പൺ ആക്കിയ. അത് 1982 ഓപ്പൺ ആക്കിയാണ്. കുരുമുളക് ബിസിനസ്സൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഈ ബിസിനസ് തുടങ്ങി. സ്റ്റാർട്ടിങ്ങിൽ നമുക്ക് ഇങ്ങനത്തെ കുറേ ബുദ്ധിമുട്ടുണ്ടായിന്. പിന്നെ മെല്ലെ മെല്ലെ എല്ലാവരും പരിചയമായി കഴിഞ്ഞാൽ ഇപ്പോൾ നല്ല പേരായിട്ടുണ്ട്. ബാലാജി സ്വീറ്റ്സിന് ഗ്യാരണ്ടി ആയിട്ട് മുട്ടായി കിട്ടുമെന്ന് പറഞ്ഞു. ഇപ്പൊ കോഴിക്കോടിന്റെ മെയിൻ ആണ് ബാലാജി സ്വീറ്റ്സ് അല്ലേ? ഈ ബാലാജി എന്നുള്ള പേര് വന്നത് എങ്ങനെയാണ്? അത് നമ്മൾ എല്ലാ സ്വീറ്റ്സിലെ നോർത്ത് ഇന്ത്യയിലെ എല്ലാ സ്വീറ്റ്സിലും ബാലാജി എന്നേ വെക്കുള്ളൂ. നോർത്തിലെ എല്ലാം പോയാൽ ബാലാജി സ്വീറ്റ്സിനെ വെക്കുള്ളൂ. അത് തിരുപ്പതി ബാലാജിന്റെ പേരുണ്ടാവില്ല, ആ ബാലാജിനെ വെക്കുള്ളൂ എല്ലാവരും. ഇങ്ങനെ കാത്തുനിന്ന് സാധനം വാങ്ങാൻ മാത്രം എന്ത് പ്രത്യേകതയാണ്? നല്ല ക്വാളിറ്റി, നല്ല പ്യൂർ സാധനം, പ്യൂർ മിൽക്കിൻ്റെ ഐറ്റംസ്. അതിൽ ഒരു ഗ്യാരണ്ടി ആയിട്ട് ഒരു മിക്സിങ് ഒന്നും ഉണ്ടാവില്ല. ഗ്യാരണ്ടി ആയിട്ട് പ്യൂർ സാധനം ഉണ്ടാവും. അപ്പോൾ കസ്റ്റമർക്ക് വിശ്വാസം ഉണ്ട്, ഇവിടെ എത്തിയാൽ നമുക്ക് നല്ല സാധനം കിട്ടുള്ളൂ. അങ്ങനെ ആയിട്ട് കാത്തിരുന്നിട്ട് വാങ്ങിയിട്ട് പോകുള്ളൂ. പതിറ്റാണ്ടുകളായി കോഴിക്കോട്ടുകാർക്ക് മധുരമാവുകയാണ് ബാലാജി സ്വീറ്റ്സ്. ബാലാജി സ്വീറ്റ്സിനെ സംബന്ധിച്ച് കോഴിക്കോടും, കോഴിക്കോടിനെ സംബന്ധിച്ച ബാലാജി സ്വീറ്റ്സും എന്നും മെയിൻ ആണ്. അതെന്തായാലും അങ്ങനെ തന്നെ മുന്നോട്ട് പോകട്ടെ. നമുക്ക് നാളെ മറ്റൊരിടത്ത് നിന്ന് പുതിയ വിശേഷങ്ങളുമായി വീണ്ടും കാണാം. ടാറ്റ. അതാണ് കോഴിക്കോട്ടെ ബാലാജി സ്വീറ്റ്സിന്റെ വിശേഷം. കോഴിക്കോട് ഞാൻ 1-2 തവണ കോഴിക്കോട് പോയി താമസിച്ചിട്ടുണ്ട്. അപ്പോൾ അവിടെ ഈ ഭക്ഷണത്തിന് ഏറ്റവും പ്രിയപ്പെട്ട ഒരു സ്ഥലമാണ് കോഴിക്കോട്. അതിന്റെ ഏറ്റവും പ്രധാനം അവിടുത്തെ മധുരം ഒരുപാട് വിശേഷപ്പെട്ടതാണ്. മറ്റ് നോൺ വെജ് ഐറ്റംസ് ഒക്കെ ആയാലും കോഴിക്കോട് നമുക്ക് എത്തി കഴിച്ച് മടങ്ങുക എന്ന് പറയുന്നത് വല്ലാതെ സംതൃപ്തി തരുന്ന, ഭക്ഷണപ്രിയന്മാർക്ക് ഒരുപാട് സംതൃപ്തി തരുന്ന ഒരു കാര്യമാണ്. നമുക്കിപ്പോൾ ചിറ്റകുളങ്ങരയിലേക്ക് തന്നെ മടങ്ങി വരണം. പ്രേക്ഷകർ ചിറ്റകുളങ്ങരയിലേക്ക് മടങ്ങി വരണം. കാരണം ഞങ്ങളിപ്പോൾ കയറുന്നത് പ്രശസ്തമായ ചിറ്റകുളങ്ങരയിലെ ഭരണിച്ചന്ത എന്ന് പറയും. അതായത് കാർഷിക ഗ്രാമമാണ് ചിറ്റകുളങ്ങര. ഓണാട്ടുകര എന്ന് പറയുന്നത് കാർഷിക ഗ്രാമമാണ്. ഒരുപാട് കാർഷിക ഉൽപ്പന്നങ്ങൾക്ക് പേരുകേട്ട ഒരു സ്ഥലം കൂടിയാണ് ഇവിടെ. ഇതാണ് ഈ പ്രേക്ഷകർ കാണുക ഭരണിച്ചന്ത. വിശേഷമാണ്. പരമ്പരാഗത രീതിയിലുള്ള എല്ലാ സംഗതികളും ഇവിടെ കിട്ടും എന്നുള്ളതാണ്. അതായത് നടീൽ വസ്തുക്കളടക്കം, ചേമ്പും കാച്ചിലും ഒക്കെയുള്ള നടീൽ വസ്തുക്കളടക്കം ഇവിടെ ലഭിക്കുമെന്നുള്ളതാണ്. അങ്ങനെ ഒരുപാട് വിശേഷപ്പെട്ട ഒരു പ്രദേശം കൂടിയാണ് ഈ ഭരണിച്ചന്ത എന്ന് പറയുന്നത്. ഇത് ഒരുപാട് ആളുകൾ പല സ്ഥലങ്ങളിൽ നിന്ന് ഈ കുംഭഭരണി ദിവസം, കഴിഞ്ഞ കുറേ ദിവസമായി ഇതിവിടെ പ്രവർത്തിക്കുന്നുണ്ട്. കുംഭഭരണി നാളിലും അതിനു മുൻപുമായി എത്തി നടീൽ വസ്തുക്കൾ അടക്കം മറ്റ് ഈ കാണുന്ന, ഈ പ്രേക്ഷകർ കാണുന്ന വസ്തുക്കളടക്കം കൊണ്ടുവന്ന് വാങ്ങി തിരിച്ചു പോകുന്ന ഒരു സാഹചര്യം കൂടി കാണണം. ഇതൊക്കെ ഈ പലതരത്തിലുള്ള ഉപകരണങ്ങൾ ഇവിടെ വിൽക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. ചേട്ടാ, ഇതൊക്കെ എന്തൊക്കെയാണ്? എവിടുന്നാണ് ഇതൊക്കെ വരുന്നത്? താമരക്കുളം അല്ലേ? ഒന്ന് പറയുമോ അതിനെക്കുറിച്ച്? എന്താ ഇതിന്റെ ഒരു പ്രത്യേകത? ഒരുപാട് ആയിരിക്കും എല്ലാം അവിടുത്തെ. നിങ്ങൾ സ്ഥിരമായി ചന്തകളിൽ വിൽക്കുന്നവരാണോ? ഇങ്ങനെ എല്ലാ വർഷവും എൻ്റെ അപ്പനപ്പായിരുന്നു. കുറെ 50 വർഷം കൊണ്ട് ഇവിടെ സ്ഥിരമായിട്ട് പുള്ളി മരണപ്പെട്ടു. പിന്നെ അതിനുശേഷം ഞാൻ 50 വർഷമായിട്ട് ഭരണിച്ചന്ത വരുന്നുണ്ട് ആളായിരുന്നു. ഞാനൊരു 10-30 വർഷം കൊണ്ട് വരുന്നുണ്ട്. പിന്നെ കുംഭഭരണി ആൾക്കാരെല്ലാം കാർഷിക ഉപകരണങ്ങളും കാർഷിക സാധനങ്ങളും എല്ലാം വാങ്ങാൻ ആൾക്കാർ ഇഷ്ടം പോലെ വരും. നമ്മുടെ നാട് ഒരു കർഷക സമ്പുഷ്ടമാണല്ലോ അല്ലേ? ഓണാട്ടുകര എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു കാർഷിക സംരക്ഷണ സ്ഥലമാണ്. എല്ലാവിധ സാധനങ്ങളും, പറയായാലും ഞങ്ങടിയായാലും ദോശക്കല്ല്, ചീനിച്ചട്ടി, ഉണ്ണിയപ്പക്കാര, പാലപ്പച്ചട്ടി, എന്തിനത്തോ ഈ കുന്താലിക്കൈ, കോടാലിക്കൈ, ചെരവ എല്ലാം ഒരു കുടക്കീഴിൽ കിട്ടുന്ന ഒരു സ്ഥലം. പക്ഷേ ഇപ്പൊ പഴയ കാലത്തേക്കാളും അല്പം കൂടെ കുറഞ്ഞിട്ടുണ്ടോ ഈ കാർഷിക വൃത്തിയോടുള്ള ഒരു പ്രിയം? നേരത്തെ പോലുള്ള കൃഷിയോട് മനുഷ്യന് ആഭിമുഖ്യം, ഇന്നിപ്പോ വരുന്ന തലമുറയ്ക്കും ആഭിമുഖ്യം, പഴയ തലമുറകൾ ഒക്കെ ഉള്ളവരും അതിനോട് ചേർന്നുള്ള ആൾക്കാരും ഇത് ചെയ്യുന്നുള്ളൂ. അപ്പൊ എങ്ങനെയുണ്ട് ഇത്തവണ? എങ്ങനെയുണ്ട് കച്ചവടം? കുഴപ്പമില്ല. കച്ചവടം ഇന്നലെ ഉണ്ടായിരുന്നു. എന്നാലും ഇന്നും നാളെ ആ കച്ചവടം ഇവിടെ മെയിനായിട്ട്. നാളെ ഇത് കഴിഞ്ഞ് തിരിച്ചു പോകും? നാളെ പോകത്തില്ല, ഞായറാഴ്ച വരെ ഉണ്ട്. അതെ, ശരി. ഇത് നമുക്ക് ഈ പുതിയ തലമുറയിലെ ആളുകൾക്ക് പരിചയമില്ലാത്ത ഒരുപാട് വസ്തുക്കളുണ്ട്. ഇത്
ഇത് എന്താ ഇത് ഇതിന്റെ കൈകളാണല്ലേ? കൂന്താലി, അതായത് നമ്മുടെ ഈ തൂമ്പ മമ്മട്ടിക്കൊക്കെ ഉപയോഗിക്കാം അല്ലെ? ഇത് കോടാലിക്കൈ, ഇതും തൂമ്പാ കൈ. എന്ത് തടി വെച്ചാ ഉണ്ടാക്കുന്നത്? ഇത് കാഞ്ഞറോ, ഇത് പന. അത് വളരെ സ്ട്രോങ് ആണതല്ലേ? അതെ, നല്ല തടിയാണ്. പനയെന്ന് പറയാൻ നമ്മള് എന്ത് ടൈപ്പ് പനയാണിത്? ഇത് നമ്മുടെ ഈ ചെത്തുപന. ചെത്തുപന. ഇത് എവിടുന്നാ ഇതൊക്കെ ഉണ്ടാക്കി വരുന്നത്? ഇത് നമ്മളുള്ളിടത്ത് പോയി ഇത് വെട്ടിക്കൊണ്ട് വന്ന് വീട്ടിൽ ഞങ്ങൾ വർക്ക്ഷോപ്പ് പോലെ ഇരുന്ന് പണിഞ്ഞു കൊണ്ടുവരുന്നതാണ്. ഇത് ആളുകൾ ഒരുപാട് ആവശ്യക്കാരുണ്ടോ? തീർച്ചയായിട്ടും, പിന്നെ ഒത്തിരി പേര്. ഇതെന്താ വില എന്താ ഇതിന്റെയൊക്കെ? ഇത് 200, ഇതാകുമ്പോ 180, അത് 140. ഇത് ഒരുപാട് നാൾ നിലനിൽക്കുകയും ചെയ്യും അല്ലേ? ഒരുപാട് കാലം നിലനിൽക്കും. അതാണ് ഇത്. നമുക്ക് ഈ പുതിയ തലമുറയിലെ ആളുകൾക്കൊന്നും അത്ര പരിചയമില്ല. പക്ഷെ അപ്പോഴും ഈ ചുറ്റുകുളങ്ങരയിൽ എത്തിയാൽ ഇത് ഒരുപാട് പേർ വാങ്ങിക്കൊണ്ടുപോയി ഉപയോഗിക്കുന്നതാണ്. ഈ തൂമ്പയ്ക്കും മമ്മട്ടിക്കും കോടാലിക്കും ഒക്കെ ഉപയോഗിക്കുന്ന കൈകളാണ് ഇത്. ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കച്ചവടമാണ് ഇതുമായിട്ട് ബന്ധപ്പെട്ട് നടക്കുന്നത്. അങ്ങനെ ഒരുപാട് കടകളുണ്ട് ഇവിടെ. നമുക്കിത് കാണാം, ദൃശ്യങ്ങളിൽ കാണാം. അത്തരം ഉപകരണങ്ങൾ വിൽക്കുന്ന, കാർഷിക ഉപകരണങ്ങൾ വിൽക്കുന്ന ഒരുപാട് കടകളാണ് ഈ ഭരണിച്ചന്തയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നത്. ഇത് കുംഭഭരണി ദിവസത്തെ ഒരു വളരെ പ്രധാനപ്പെട്ട പ്രത്യേകതയാണ്. നമ്മളിനി പോകുന്നത് ഈ നടീൽ വസ്തുക്കൾ, ഈ ചെട്ടികുളങ്ങരയിലെ ഓണാട്ടുകരയെ നമുക്കറിയാം, നേരത്തെ പറഞ്ഞ പോലെ കാർഷിക ഗ്രാമമാണ്. ഇവിടെ ഇനിയിപ്പോൾ വേനൽക്കാലമാകുമ്പോൾ ഈ നടീൽ വസ്തുക്കളൊക്കെ നടാനുള്ള ഒരു സമയവും കൂടി വന്ന് ചേരുകയാണ്. ഇതൊക്കെ വാങ്ങാൻ വന്നായിരിക്കും അല്ലേ? എന്തൊക്കെയാ ഇന്ന് വാങ്ങുന്നേ? ചേനയോ വല്ലതൊക്കെ ഒന്ന് വാങ്ങിക്കാന്ന് വിചാരിച്ചാ. സാധാരണ ഇവിടെ വന്നാണോ വാങ്ങാറ് എല്ലാ വർഷവും? എല്ലാ വർഷവും. കൃഷിയുണ്ടോ? ഉണ്ടോ. എത്ര സ്ഥലത്താ? ഇപ്പൊ ഒരു 80 സെന്റ് സ്ഥലം. എന്തൊക്കെയാ ചെയ്യുന്നത്? കാച്ചില്, ചേമ്പ്, ചേന എല്ലാം. ഒന്ന് നല്ല ഇതിനകത്തൊരു നല്ല ചേനയൊന്ന് തെരഞ്ഞെടുത്ത് കാണിക്കാമോ? അതിന് പ്രത്യേകത കാണുമല്ലോ അല്ലെ? ഓരോ നടുന്നതിന് അതിന്റെ കണ്ണ് വീണ ചേന എടുക്കണം. ഒന്ന് കാണിച്ചോട്ടെ. എങ്ങനെയാ അത്? കണ്ണ് ഉരുണ്ടത് അല്ലേ? ഉരുണ്ടെന്ന് പറഞ്ഞാൽ ഈ ഇങ്ങനെ ഇതിന്റെ അകലം എന്ന് പറഞ്ഞാൽ ഇത്രയാണ്. 1 കിലോ. അപ്പൊ ഇതെന്ന് പറഞ്ഞാൽ ആവറേജ് കിലോ കാണുന്നത്? അതൊരു 3 കിലോ 4 അടുത്ത് വരും. അത് ചേട്ടന് ഈ തൂക്കാതെ തന്നെ മനസ്സിലാക്കിയതല്ലേ? മനസ്സിലാക്കാം. അതായത് ഒരു കൈ അകലത്തിലുള്ളതാണ് ഒരു തടത്തിൽ ഇടേണ്ടത്. ഒരു ചാണ അതിന്റെ കണക്ക്. അപ്പൊ 1 കിലോ ചില്ലുവാനം വരും. എത്ര വർഷമായിട്ടൊരു കൃഷിയുണ്ട്? ഞാൻ 5-6 വർഷം കൊണ്ട് കൃഷിയാണ്. സ്ഥിരം കൃഷി. എങ്ങനെയുണ്ട് ഈ വിളവൊക്കെ? എങ്ങനെയാണ്? കുഴപ്പമൊന്നും. ഈ വേനൽക്കാലത്താണോ സാധാരണ ഇതൊക്കെ ഈ നമ്മുടെ ഈ കിഴങ്ങ് വർഗ്ഗങ്ങളൊക്കെ കൃഷി? നേരത്തെ നടണം. നട്ടു വെള്ളം കോരി പിടിപ്പിച്ചെങ്കിലേ ഇതിന് ശക്തി കിട്ടത്തുള്ളൂ ഓണാട്ടുകാരെ. അതല്ലാതെ കിഴക്കൻ പ്രദേശമാണെങ്കിൽ അവർക്ക് വെള്ളം വേണ്ട. നമുക്ക് നമ്മുടെ മണ്ണിന് പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കണം. എന്നെങ്കിലും അതിന് പുഷ്ടി വരുത്തുള്ളൂ. എന്നെങ്കിലും ആ കൃഷിക്ക് ഒരു ശക്തിയും കിട്ടത്തുള്ളൂ. അല്ലാതെ നമ്മൾ വെള്ളം കോരാതെ പെരയിൽ കയറി ഇരുന്നാൽ കൃഷി ഉണ്ടാകത്തില്ല. ചീനി കമ്പനി 2-3 ദിവസം ഇരിക്കുമ്പോൾ നനയ്ക്കണം ചീനിക്ക്. ചേനയ്ക്ക് അതുപോലെ ഒരാഴ്ച 1 ദിവസം നനയ്ക്കണം. ചേന നട്ട് കഴിഞ്ഞ് ഒരാഴ്ച നനയ്ക്കരുത്. അപ്പോൾ അത്രയും ശക്തി കിട്ടുമോ ചേനയ്ക്ക്. അങ്ങനെയാണ് അതിന്റെ ആ കൃഷിയുടെ. ഇവിടെ സ്ഥിരമായിട്ട് വന്ന് മിക്കവാറും വരും. എന്താ എങ്ങനെ ഇവിടെ വിലക്കൊക്കെ ഒരു കുറവും വ്യത്യാസമൊക്കെ ഉണ്ടോ? അവരുടെ ബിസിനസ് അല്ലേ, അപ്പൊ അവർക്ക് മുതലാകത്തക്ക രീതിയിൽ അവരുടെ ഇതെല്ലാം കഴിഞ്ഞ് വേണം എന്തെങ്കിലുമൊക്കെ അവർക്ക് ലാഭം കിട്ടണം. അതനുസരിച്ച് ഉള്ള ഇത് അതാണ്. എന്തൊക്കെയാ സാധാരണ എന്തൊക്കെയാ സാധനങ്ങൾ വാങ്ങുന്നത്? അല്ല, ഇന്ന് ഞാനിതൊന്നും വാങ്ങുന്നില്ല. നേരത്തെയൊക്കെ ഞാൻ ഇവിടുന്നൊക്കെ എല്ലാ സാധനവും വാങ്ങിക്കുമായിരുന്നു. ഇപ്പൊ ഇച്ചിരി എല്ലാത്തിനും വില കൂടുതലാ. ഇവിടെ ഉള്ളത് ചേന അല്ലെ? ചേന പിന്നെ കാച്ചില്, ഇഞ്ചി, കിഴങ്ങ്, ചേമ്പ്, അതുകൊണ്ട് കാച്ചില്, വെട്ടിയേമ്പ്, കൊച്ചിയേമ്പ്, പിന്നെ ചെറിയ കിഴങ്ങ് ഇതുണ്ട്. ചേട്ടൻ എത്ര വർഷമായിട്ട് കൃഷി ചെയ്യുന്നുണ്ട്? ഞാൻ പിന്നെ എനിക്ക് ഒരുപാട് വർഷമായിട്ടുണ്ട്. വളരെ ചെറിയ പ്രായം മുതലേ ഉണ്ട്. കുറച്ച് സ്ഥലമുണ്ടോ? കുറച്ച് സ്ഥലമില്ല. എത്ര ഉണ്ട്? നമുക്ക് ഒരു 80 സെന്റ്. 80 സെന്റ്. എങ്ങനെയുണ്ട് ഇത്തവണ ഈ കൃഷി ഇപ്പൊ കാര്യങ്ങള്? ഇപ്പോഴത്തെ കാലാവസ്ഥയുടെ ഇതനുസരിച്ച് ഇപ്രാവശ്യം വലിയ കുഴപ്പമില്ല. നമ്മളെ ഈ ഓണാട്ടുകര പൊതുവെ ഈ ഒരു കാർഷിക ഗ്രാമവും കാര്യങ്ങളും ഒക്കെയാണ്. പക്ഷെ ഇപ്പൊ അതിനൊരു വ്യത്യാസം വന്നിട്ടുണ്ടോ കാര്യമായിട്ട്? നമ്മുടെ പണ്ട് എള്ളൊക്കെ എനിക്ക് കൊച്ചിലേക്ക് ഓർമ്മയുണ്ട്. ഇപ്പം എള്ള് കൃഷി ഇല്ലല്ലോ. എള്ള് കൃഷി പാടെ നിർത്തിയിരിക്കുക. കാരണം അത് എള്ള് കൃഷി ഉണ്ടായിരുന്നെങ്കിൽ ഏറ്റവും നല്ല. പക്ഷെ അതിന് നമുക്ക് ഈ ഇപ്പോഴത്തെ കാലാവസ്ഥ നമുക്ക് അനുയോജ്യമല്ല. അതുകൊണ്ട് എള്ള് കൃഷി ഇല്ല എന്ന് വേണം പറയാൻ. മറ്റേ ഓണാട്ടുകര എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എള്ള് കൃഷിയുടെ കേന്ദ്രമായിരുന്നു. ഇപ്പോൾ ഒരുപാട് കുറഞ്ഞു. ഒരുപാടൊന്നുമില്ല, ഒട്ടും ഇല്ലാതായിരിക്കും. എങ്ങനെയുണ്ട് ഇത്തവണ ഭരണിച്ചന്തയിലെ കാര്യങ്ങൾ? തിരക്ക് ഇപ്പൊ തുടങ്ങിയതല്ല, രാവിലെ തുടങ്ങിയല്ലോ. അപ്പൊ ഇനി ആൾക്കാർ വരും.
ആൾക്കാർ വന്നിട്ട് ഇനിയിപ്പം കച്ചവടമൊക്കെ നടക്കും എന്നാ ഉദ്ദേശം. ശരി ശരി, ആയിക്കോട്ടെ ആയിക്കോട്ടെ. അപ്പോൾ അതാണ് നമ്മുടെ ഈ ഭരണിച്ചന്തയുടെ ഒരു വിശേഷമൊക്കെ അതാണ്. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം ഒരുപാട് സാമഗ്രികൾ ഇങ്ങോട്ടേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. ആളുകളൊക്കെ വന്ന് ഇതൊക്കെ വാങ്ങി പോകുന്നുണ്ട്. ഇത് ചേട്ടാ, ഇത് എവിടുന്ന സാധനമൊക്കെ കൊണ്ടുവരുന്നേ? ഞാൻ ചുനക്കര. ഇതെല്ലാം ചേട്ടന്റെ മുക്കാൽ ഭാഗം നമ്മുടെ സ്വന്തം തന്നെ. സ്വന്തം കൃഷിയാണ്? സ്വന്തം കൃഷിയാണല്ലേ? സ്വന്തം കൃഷിയാണ്. എത്ര സ്ഥലമുണ്ട് അവിടെ? അവിടെ ഒരേ മിച്ചം ഉണ്ട്. നമ്മുടെ സ്വന്തമല്ല, വേറെ പാട്ടത്തിനെടുത്ത് ചെയ്യുക. എങ്ങനെയുണ്ട് കൃഷി? പൊതുവെ ലാഭകരമാണോ? ഇപ്പം ലാഭകരമാണെന്ന് പറയാൻ പറ്റില്ല. കാരണം പ്രകൃതിയുടെ പ്രകൃതിയുടെ കുഴപ്പമൊക്കെ ഉണ്ട്. അത് കാരണം ഇതെന്താ ഉണക്കച്ചീനിയാണ്? ഉണക്ക്. ഇത് എങ്ങനെയാ ചേച്ചി, ഇത് എങ്ങനെയാ ഇത് ഉപയോഗിക്കുന്നത്? ഇത് പുഴുങ്ങി എങ്ങനെയാ ഇതിന്റെ പരിപാടി? ഞാൻ വേവിക്കാൻ വേണ്ടിട്ടാ. വേവിച്ചെടുക്കും. ഇവിടെ വരാറുണ്ടോ സ്ഥിരമായിട്ട്? ഇത് എങ്ങനെയുണ്ട് ഇത്തവണത്തെ ചന്ത? കച്ചവടം ഒരുമാതിരി കൊള്ളാം. എങ്കിലും സാധനങ്ങൾ ചെലവാകുന്നില്ല. ഇതെന്താണ് സാധനം? കിഴങ്ങാണ്. ഇത് നടാൻ പറ്റും? നടാൻ പറ്റും. പുഴുങ്ങി കഴിക്കാനും പറ്റും? പുഴുങ്ങി പറ്റാനും. മധുരക്കിഴങ്ങാണോ? ഇതല്ല, മധുരക്കിഴങ്ങ്. ഇത് മധുരക്കിഴങ്ങ്. മധുരക്കിഴങ്ങല്ല, മധുരക്കിഴങ്ങ്. അതെ. ഇത് അത് ചേന. ഇത് ചേന വെട്ടിയമ്പ്. അത് കാച്ചില്. അത് ചേമ്പിന്റെ തട. നമ്മളിത് പറഞ്ഞ കാര്യം ഇപ്പൊ ടി വി കാണുന്ന പുതിയ പിള്ളേർക്കൊന്നും ഇതിനെ കുറിച്ചൊന്നും യാതൊരു ധാരണ അറിയത്തില്ല. നമ്മളൊക്കെ വർഷങ്ങളായിട്ട് കാണുന്നുണ്ടെങ്കിൽ. ഞാൻ 40-45 വർഷം കൊണ്ട് ഞാൻ ഇവിടെ വരുന്നുണ്ട്. ഇത്തവണ എങ്ങനെയാ ഈ മാറ്റങ്ങൾ എങ്ങനെയാ ഓരോ തവണയും? മാറ്റങ്ങൾ പല രീതിയിൽ പഞ്ചായത്ത് സർക്കാരില്ലയോ, സർക്കാർ പല മാറ്റങ്ങളും കൊണ്ടുവരുന്നു. ആളുകൾക്ക് ഇത് വാങ്ങാനുള്ള ഒരു അഭിരുചി കുറയുന്നുണ്ട്. വളരെയായിട്ട് കുറയുന്നുണ്ട്. കച്ചവടം കുറയുന്നുണ്ട്. പക്ഷെ അപ്പോഴും നമ്മൾ ഇതിൽ പിടിച്ചു നിൽക്കുകയാണ്. നമ്മളെല്ലാ വർഷവും വരുന്ന ഒരു നമുക്ക് ഇതായിട്ട് മാറിയിരിക്കുവാണ്. അപ്പൊ നമ്മളെല്ലാ വർഷവും വരും. നമ്മുടെ മണ്ണിലെ ഒരു കച്ചവടത്തിനപ്പുറം നമുക്ക് ഒരു താല്പര്യമാണല്ലേ ഇത്? അതെ. അമ്മയുടെ മണ്ണില്ലേ 3-4 ദിവസം വന്നൊന്ന് ഉറങ്ങിക്കഴിച്ച് പോയാൽ അതിനായിട്ടൊരു സന്തോഷമുണ്ട്. അതിന് വേണ്ടിയിട്ട് സാധനങ്ങൾ നമ്മൾ കരുതി വെക്കുന്നു. എത്ര ദിവസം ഉണ്ടാവും ഇവിടെ? 4-5 ദിവസം കാണും. 4-5 ദിവസം ഉണ്ടാവും. നാളെ കൂടെ കാണും. നാളെ തിരക്കുണ്ടാവും അല്ലേ? നാളെ വലിയ തിരക്ക് കാണുമെന്ന് തോന്നുന്നില്ല. എന്തോ അറിയത്തില്ല. ഇന്നുണ്ടെങ്കിൽ നാളെ വലുതായിട്ട് വരത്തില്ല. അതാണ് നമുക്ക് ഈ ഇതൊക്കെ ഓരോ തരത്തിലുള്ള ഓണാട്ടുകരയുടെ നടിയിൽ വസ്തുക്കളാണ്. ഇഞ്ചി ഉണ്ട്. ഇഞ്ചിയൊക്കെ വളരെ വളരെ ക്വാളിറ്റിയുള്ള ഇഞ്ചി ഇവിടെ വന്നാൽ കാണാം. ഈ കിഴങ്ങ്, ചേമ്പ്, ചേന, അതെല്ലാം ഈ ഭരണിച്ചന്തയിൽ ലഭ്യമാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നമുക്കറിയാം വിവിധ ദേശങ്ങളിൽ നിന്ന് നിരവധി ആളുകൾ ഇങ്ങോട്ടേക്ക് എത്തും. ഭരണി കാണാനായി ഒരുപാട് ആളുകൾ ഇവിടെ എത്തും. ഓണാട്ടുകരക്കാരല്ലാത്തവർ മറ്റു ജില്ലകളിൽ നിന്നുള്ളവരൊക്കെ ഇവിടെ എത്തി കാഴ്ചകൾ കാണും. അപ്പം എൻ്റെ ഒരു സുഹൃത്ത് കൂടിയായ ശ്രീ പ്രതാപ് കുംഭഭരണി കാണാനായി ലീവൊക്കെ എടുത്ത് വന്നതായിരിക്കും. അതെ, തീർച്ചയായും. കുംഭഭരണി എന്ന് പറയുന്നത് ലോകത്തിന്റെ എല്ലാ ഭാഗത്തു നിന്നുള്ള എല്ലാവരും, ചെട്ടികുളങ്ങര അമ്പലത്തിനെ അറിയാന്നുള്ള, ഈ നാടിനെ അറിയാന്നുള്ള എല്ലാവരും ഈ ദിവസം ഇവിടേക്ക് വരുന്നു എന്നുള്ളത് വലിയൊരു സന്തോഷമുള്ള കാര്യമാണ്. എനിക്കത് തോന്നുന്നത് ഒരു ടുഗദർനെസ്സിന്റെ ഒരു ദിവസമാണ്. കൂടിച്ചേരലുകൾ നമ്മൾ കാണാത്ത അല്ലെങ്കിൽ കണ്ടിരുന്ന പലരെയും വീണ്ടും തിരിച്ച് കാണാനും ഈ ഉത്സവത്തിന്റെ ഭാഗമായി കൂടിച്ചേരലുകൾക്ക് ഒരു വലിയൊരു അവസരമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഒരു ഗോത്ര സംസ്കൃതിയുടെയോ അല്ലെങ്കിൽ നമ്മുടെ സംസ്കാരത്തിന്റെ ഭാഗമായി ചെട്ടികുളങ്ങരയും ഇവിടുത്തെ ആഘോഷങ്ങളും ഈ ചന്തയും ഒക്കെ നിലനിൽക്കുന്നു എന്ന് പറയുന്നത് ഏറ്റവും വലിയൊരു ഭാഗ്യമാണ്. ആസ്വദിച്ചറിയേണ്ട ഒരു കാര്യമാണ്. ഏറെ സന്തോഷമുണ്ട് ഇവിടെ വരാനും ഇതൊക്കെ കാണാനും കഴിയുന്നതിൽ. ഇപ്പൊ തന്നെ മോഹൻലാലേട്ടൻ ദുബായിൽ നിന്ന് അദ്ദേഹം ഇവിടെ ഈ പരിപാടിക്ക് വേണ്ടി വരുന്നു. മോഹൻലാലേട്ടനാണ് ഈ വർഷങ്ങളായിട്ട് അമ്പലത്തിന്റെ പുഷ്പാലങ്കാരത്തിന്റെ ഒരാളാണ്. ഇത്തവണ ഗംഭീരമായിട്ടുണ്ടല്ലേ? അതെ. ഇപ്രാവശ്യം നമ്മളെ എല്ലാ വർഷവും നിന്നൊന്നും മാറ്റി വേറൊരു ടീമിനെ കൊണ്ടാണ് ഇപ്രാവശ്യം ജയിച്ചത്. വളരെ ഭംഗിയായിട്ട് അവർ ചെയ്തപ്പോൾ രാവിലെ കഴിഞ്ഞതേ ഉള്ളൂ. ഞാൻ ഉറങ്ങിയിട്ടില്ല, അതിന്റെ കൂടെ തന്നെ ആയിരുന്നു. അത് ഭംഗിയായിട്ട് കഴിഞ്ഞിട്ട് അവർ പോയിട്ടുണ്ട്. ഈ നമ്മുടെ ഈ ഒരു നൊസ്റ്റാൾജിയ എന്ന് പറയുന്നത് ഈ പ്രവാസികളായിട്ടുള്ള ആളുകൾ പലരും ഓണത്തിന് വരുന്നതിനേക്കാൾ കൂടുതൽ കുംഭഭരണിക്കാണ് ഓണാട്ടുകാരിലേക്ക് എത്തുന്നതും ഇവിടെ ഇതുമായി കൊണ്ടാടുന്നതും. അതൊരു വല്ലാത്ത വികാരമാണല്ലേ? അതെ, തീർച്ചയായിട്ടും. ചെട്ടികുളങ്ങര കുംഭഭരണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഓണാട്ടുകരയിലെ എല്ലാവർക്കും അതൊരു മഹാ ഉത്സവം തന്നെയാണ്. ഗൾഫിലുള്ളവരെ ഇതിനായിട്ട് നേരത്തെ തന്നെ ലീവൊക്കെ അപ്ലൈ ചെയ്തിട്ട് ആ സമയമാകുമ്പോഴത്തേക്കിന് എല്ലാവരും ഇവിടെ എത്താറുണ്ട്. ഒത്തിരി പേര് ഇവിടെ ഉണ്ട് നമ്മുടെ അടുത്തുനിന്ന് വന്നിട്ടുള്ളവർ. പിന്നെ അത് നിങ്ങൾക്ക് അറിയാവുന്നതുപോലെ ചെട്ടികുളങ്ങര പ്രവാസി സേവാ സമിതി എന്ന് പറഞ്ഞാൽ ഗൾഫിലെ ഉത്സവമാണ് കുംഭഭരണി. അവിടെ ഒരു ഭരണി മഹോത്സവം നമ്മളിപ്പോൾ നടത്തിയുള്ളൂ. കഴിഞ്ഞ 15-ാം തീയതി കഴിഞ്ഞിട്ട് അതിനുശേഷം ഇപ്പോൾ എല്ലാവരും ഇവിടെ എത്തിയിട്ടുണ്ട്. അവിടെ ഇതേ ചടങ്ങുകളൊക്കെ ഉണ്ടോ? ദുബായിൽ ഓൾമോസ്റ്റ് ഇതുപോലത്തെ എല്ലാ ഭരണിയും കുത്തിയോട്ട ചവിടും പാട്ടും അതൊക്കെ അവിടെ ഇവിടുന്നുള്ള കലാകാരന്മാരാണല്ലേ? അവിടെ ജോലി ചെയ്യുന്ന കലാകാരന്മാർ. കുറച്ചുപേരെ നമ്മൾ ഇവിടുന്ന് കൊണ്ടുപോകാറുണ്ട്. അത് ഭയങ്കര ജനപങ്കാളിത്തമൊക്കെ ഉള്ളൊരു ഉത്സവമാണ്. 8,000 മുതൽ 10,000 പേര് പങ്കെടുക്കുന്ന പരിപാടിയാണ്. കഴിഞ്ഞ വർഷം എനിക്ക് ഓർമ്മ വന്നത്
ഈ ചെട്ടികുളങ്ങര അമ്പലത്തിന്റെ അതേ ഒരു മിനിയേച്ചർ, ഇവിടെയുള്ള എല്ലാ പ്രതിഷ്ഠകളുടെ ഒരു ചെറിയൊരു മിനിയേച്ചർ അതേ അളവില് കെട്ടുകാഴ്ചകളൊക്കെ അതേ ഒരു അളവിൽ അവിടെ ഉണ്ടാക്കി. ഇവിടുത്തെ മേൽശാന്തി അവിടെ വന്ന് പൂജിക്കുന്നു. ഇവിടുത്തെ കുട്ടിയോട്ട ചുവടുകൾ അവിടുത്തെ കുട്ടികളെ, ഗൾഫിലുള്ള കുട്ടികളെ പഠിപ്പിച്ച് അതില് അതിന്റെ ഒരു കാര്യം എന്താ അറിയാമോ, ഈ കുംഭഭരണിക്ക് ഇവിടെ എത്താൻ പറ്റാത്ത ഒരുപാട് ആളുകളുണ്ട്. അവർക്കൊരു വലിയ സംസാരിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും, വലിയ ആശ്വാസമാണ്. അതിനുവേണ്ടിയായിരുന്നു. കാരണം ഇവിടെ എല്ലാവർക്കും ചെറിയ രീതിയിൽ ജോലി ചെയ്യുന്നവർക്കൊന്നും എല്ലാ ഭരണിക്കും എത്താനൊക്കത്തില്ല, ടിക്കറ്റിനൊക്കെ. അപ്പൊ അതിന് അവർക്കൊക്കെ ഒരു സന്തോഷത്തിന് വേണ്ടിയാണ് അവിടെ തുടങ്ങി വെച്ചത്. മറ്റൊരു കാര്യം എനിക്ക് അന്നവിടെ ശ്രദ്ധയിൽപ്പെട്ടത് ഈ അവിടെ കൊടുത്ത ആഹാരമാണ്. ഇവിടെ ചെട്ടികുളങ്ങര ഉത്സവത്തിന് കൊടുക്കുന്ന കഞ്ഞി സദ്യയിലെ അസ്ത്രം, ഞാൻ അത് ആ ഒരു പേരും ആ ഒരു സാധനം ആദ്യമായിട്ട് കഴിക്കുന്നത് അവിടെ വന്നപ്പോഴാണ്. കുതിരമുട്ടിൽ കഞ്ഞി. അതെ, അതിന്റെ ഒരു പ്രത്യേകത എന്തായിരുന്നു? കുതിരമുട്ടി കഞ്ഞി എന്ന് പറയുമ്പോൾ എല്ലാ കുതിരച്ചവിട്ടിലും എല്ലാവരുടെയും വഴിപാടായിട്ട് നടത്തുന്ന ഒരു അന്നദാനമാണ് അത്. കൂടുതൽ നേർച്ചയാണ്. ഇപ്പം ഇരവടക്ക കരയുടെ പറയുവാണെങ്കിൽ ഒരു ദിവസം 3 കഞ്ഞിയാണ്. ആ കഞ്ഞിക്കകത്ത് കഞ്ഞി, അസ്ത്രം, മുതിര, അവല്, ഉണ്ണിയപ്പം, പഴം, അച്ചാറ്, പപ്പടം, ഇത്രയും ഐറ്റങ്ങളാണ്. കുടിക്കുന്നതിനും പ്രത്യേകതയുണ്ട്. നമ്മുടെ തട, പഴയകാലത്തെ തടയും അതിനകത്ത് ഇലം വെച്ചാണ് കഞ്ഞി വിളമ്പുന്നത്. നിലത്തിരുന്നാണ് ആൾക്കാർ അത് കുടിക്കുന്നത്. നിലത്തിരുന്ന് കഞ്ഞി കുടിക്കുന്നതിന് ബന്ധപ്പെട്ട് വിവാദമൊക്കെ നടക്കുന്ന ഒരു കാലം കൂടാണ്. അതെല്ലാവരും ഉൾക്കൊള്ളുന്നുണ്ടല്ലോ. നമ്മൾ ആരെ ഇരുത്തുന്നില്ല, അവർ സ്വന്തമായിട്ട് വന്നിരിക്കുകയാണ്. അത് ഓരോ കഞ്ഞി നടക്കുന്ന സമയത്തും ക്യൂ നിൽക്കാനും ആൾക്കാർക്ക് ക്ഷമയുണ്ട്. 1 മണിക്ക്, ഇപ്പോഴത്തെ ചൂടത്തിൽ 1 മണിക്ക് നടത്തുന്ന കഞ്ഞിക്ക് പോലും ജനത്തിന് ഒരു കുറവുപാട് ഉണ്ടായിട്ടില്ല. ആർക്കും ഒരു പരാതിയില്ല, ആർക്കും ഒരു ധൃതിയില്ല. എല്ലാവരും സന്തോഷമായിട്ട് ഈ ഈ ഭരണിയുടെ എല്ലാ കാര്യത്തിലും, കെട്ടുകാഴ്ച പിടിക്കുന്നതിനായാലും, കെട്ടുകാഴ്ച കൊണ്ടുവരുന്നതിനായാലും, കെട്ടുകാഴ്ച കിട്ടുന്നതിനായാലും, ഏത് കാര്യത്തിനും എല്ലാവരും ഒത്തൊരുമിച്ച് നിൽക്കുന്ന ഒരു ഭയങ്കര ഒരു സപ്പോർട്ടാണ് ഈ 13 കരയുടെ ഒരു കഴിവ്. അതിന്റെ ഒരു പ്രകടനമാണ് നമ്മുടെ ഭരണി മഹോത്സവം. ഈ ഭരണി, നമ്മുടെ ഈ കെട്ടുകാഴ്ച എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യാധ്വാനത്തിന്റെ കൂടി ഒരു ഫലമാണ്. കാരണം എത്രയോ രാപ്പകലുകൾ അധ്വാനിച്ചാണ് ഇന്ന് വൈകുന്നേരം ഈ കാഴ്ചക്കണ്ടത്തിലേക്ക് കുതിരകൾ എത്തുക എന്നുള്ളത് വളരെ പ്രധാനമാണ്. അതിന്റെ ഒരു സമർപ്പണം. കാരണം ഞാനിപ്പോൾ ശ്രീദേവിലാസം ഹിന്ദുമത കൺവെൻഷൻ ആൾക്കാർ സംസാരിക്കുകയായിരുന്നു. ഓരോ വർഷവും ഇതിന്റെ പ്രൗഢി കൂടുന്നതല്ലാതെ, അല്ലെ ആളുകളുടെ ഡെഡിക്കേഷൻ കൂടുന്നതല്ലാതെ കുറയുന്നില്ല എന്നുള്ളതാണ്. തീർച്ചയായിട്ടും എന്താണ് പറയുന്നത്, ഓരോ കരയെ പ്രതികരിച്ചുകൊണ്ടാണ് ഓരോ കെട്ടുകാഴ്ചകളും വരുന്നത്. അപ്പം അതിന് കൂടുതൽ ഓരോ കരയ്ക്കും കൂടുതൽ മെച്ചപ്പെടുത്തണമെന്നുള്ള ഇതിൽ അവരെ കൂട്ടിക്കൊണ്ടേയിരിക്കുകയാണ്. അളവ് തന്നെ ഇങ്ങനെ കൂട്ടി വന്നിട്ട് ഇപ്പം വേണ്ട, എനിക്ക് തോന്നുന്നു എന്താണ് പറയണ്ടേ, അതിൻ്റെ ഒരു അങ്ങേയറ്റം വരെ എത്തിയിരിക്കുകയാണ്. അപ്പോൾ എല്ലാവരും എല്ലാവരും ഒത്തൊരുമിച്ചുകൊണ്ട്, ജാതിഭേദ മതം ഇതെല്ലാം ഇല്ലാതെ എല്ലാവരും ഒരുമിച്ചുകൊണ്ട് ചെയ്യുന്ന ഒരു കെട്ടുകാഴ്ചകളാണ് ഇവിടെ എത്തുന്നത്. ഞങ്ങളുടെ ഭരണിച്ചന്തയൊക്കെ ഉണ്ടോ? ഭരണിച്ചന്ത കണ്ടോ? ഞാൻ ആക്ച്വലി അതാ പറഞ്ഞുകൊണ്ടിരുന്നത്. ഈ കാച്ചിൽ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു സാധനമാണ്. അപ്പോൾ കാച്ചിൽ കൂടാതെ നമുക്കിപ്പോൾ ചേനയുണ്ട്, ചേമ്പുണ്ട്, നടാനുള്ളുണ്ട്, പിന്നെ ഈ വാട്ടുകപ്പ എന്ന് പറയുന്ന ഉണക്കക്കപ്പ. അപ്പം ഇതൊക്കെ അതെ, ഇത് അദ്ദേഹത്തിന് അത് ഒരുപാട് പറയാനുണ്ടാവും. ഇവിടെ അന്യം നിന്ന് ഈ കുട്ടവെട്ടി മുറം ഇതൊരു പ്രധാനപ്പെട്ട കച്ചവടം, ഒരു സാധനക്കാരുടെ ഒരു അത്താണിയായിരുന്നു. അത് ഇപ്പം കാണാനില്ല. ഞാനൊക്കെ എൻ്റെ ഉപജീവന മാർഗം ഒക്കെ പ്രധാനമായിട്ടും അതാണ്. ഞാൻ ഈ വർഷത്തെ ഫോക്ലോർ അക്കാദമി അവാർഡ് ജേതാവാണ്. പേരെന്താണ്? അച്യുതൻ ചാങ്കൂർ. മാവേലിക്കരയാണ് എൻ്റെ വീട്. അപ്പോൾ നമുക്ക് ആ കലയൊക്കെ ഉൾക്കൊണ്ടുന്ന ഇത്തരം കരവിരുതുകളിൽ കൂടി സ്വായത്തമായ ഒന്നാണ് അത്. സത്യം പറഞ്ഞാൽ ഞാൻ എല്ലാ വർഷവും വരുമ്പോൾ നമ്മുടെ അപ്പനപ്പന്മാര് പണ്ട് കാലം മുതൽ ഫോക്ലോർ അവാർഡ്, കോലത്തുള്ളിൽ നിന്നൊരു കലാരൂപത്തിനാണ് ഫോക്ലോർ അക്കാദമി അവാർഡ് കിട്ടിയത്. പക്ഷേ എനിക്ക് എല്ലാ കലയും, ഞാൻ എഴുത്തുണ്ട്, സിനിമയിൽ അഭിനയിക്കുന്ന ആളാണ്, നാടക നടനാണ്, എല്ലാം ചെയ്യുന്ന ആളാണ്. എല്ലാ വർഷവും കുത്തിയോട്ട നാളിൽ ഇവിടെ എത്താറുണ്ട്. എല്ലാ വർഷവും കുത്തിയോട്ട നാളിൽ എത്താറുണ്ട്. നമുക്കൊരു വലിയ വ്യത്യാസം ഇപ്പോൾ ഈ ഒന്നാമത് ഓണാട്ടുകര ഒരു കാർഷിക ഗ്രാമമായിരുന്നു, ഇപ്പോൾ ആണെന്ന് പറയാൻ പറ്റില്ല. അവിടെ വ്യത്യാസം സംഭവിച്ചിട്ടുണ്ട്. പിന്നെ ആചാരങ്ങളിലും അനുഷ്ഠാനങ്ങളിലും ഒക്കെ കാലാനുസൃതമായ വ്യത്യാസങ്ങൾ വന്നിട്ടുണ്ട്. പിന്നെ എന്തൊക്കെയാണ് ഒരു ഡിഫറൻസ് എപ്പോഴും ഫീൽ ചെയ്യുന്നത്? എന്തൊക്കെയാണ് ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ പഴയ കാലം അത്രയുള്ള സാധന സാമഗ്രികൾ ഇവിടെ വരാറില്ല. ഇവിടുത്തെ എന്ന് പറഞ്ഞാൽ സാധാരണക്കാരനൊരു അത്താണിയായി കിട്ടുന്നത് ഈ വില കുറച്ച് സാധനങ്ങൾ കിട്ടും എന്നുള്ള ഒരു ഏറ്റവും നല്ല വിശ്വാസമുണ്ട്. ഇത്തരം ഓണച്ചന്ത പോലുള്ള ഇതുള്ളത് കൊണ്ടാണ് ഞങ്ങളുടെ ഓണാട്ടുകര പ്രദേശത്ത് നല്ല നടുതല വകകളൊക്കെ നട്ടുപിടിപ്പിക്കുകയും ഒക്കെ കൃഷിക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നായിരുന്നു. അതൊക്കെ അല്പം ഒരു വ്യത്യാസമുണ്ടല്ലേ? ഇപ്പം അതൊക്കെ പണ്ടത്തെ പോലെയൊക്കെ വരുന്നില്ല. ഇപ്പം സാധനത്തിൻ്റെ പിന്നെ ദൗർലഭ്യം, പിന്നെ തൊഴിൽ ചെയ്യാനും കൃഷിയിടങ്ങളൊക്കെ പരിമിതമാണ്. അങ്ങനെയൊക്കെ ഒത്തിരിയേറെ വ്യത്യാസങ്ങളൊക്കെ ഉണ്ട്. തീർച്ചയായും. അതാണ് ഈ നേരത്തെ പറഞ്ഞ ഓണാട്ടുകര
ഒരു കാർഷിക ഗ്രാമമായിരുന്നു. ഇപ്പോൾ അങ്ങനെ പറയാൻ പറ്റില്ല. കാരണം പാടങ്ങളൊക്കെ പരമാവധി നികത്തി, എത്ര നികത്താമോ അതൊക്കെ നികത്തി. ഈ കുതിരയൊക്കെ പിടിച്ചുകൊണ്ട് വന്നത് എള്ള് പൂത്ത് കിടന്ന പാടങ്ങളിലൂടെ ആയിരുന്നു. അത് വളരെ പെട്ടെന്ന് ഈ ആളുകൾക്ക് ഇവിടെ എത്തിക്കാനും ഒക്കെ എളുപ്പവഴി ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ എള്ള് കൃഷി അങ്ങ് കാണാനില്ല. പിന്നെ നമ്മൾ വല്ലപ്പോഴും കാണുന്നത് ഇങ്ങനെ ഈ ഭരണിച്ചന്തയിൽ വരുമ്പോൾ ഇത്തരം വിഭവങ്ങൾ പലപ്പോഴും കാണാൻ സാധിക്കുമെന്നതിനപ്പുറം ഒരുപാട് വ്യത്യാസങ്ങൾ. ഇത് കാലാനുസൃതമായ മാറ്റങ്ങളാണ്. അതിപ്പോൾ ആരെയും കുറ്റം പറയാൻ പറ്റില്ല. കൃഷി ലാഭകരമല്ലാതെ പോകുന്ന പശ്ചാത്തലമുണ്ട്. അങ്ങനെ നിരവധിയായ സാഹചര്യങ്ങൾ അതുമായി ബന്ധപ്പെട്ട് കൂട്ടി വായിക്കണം. നമുക്ക് വളരെ പെട്ടെന്ന് തിരിച്ചു വരാം മോർണിംഗ് വൈബ്സുമായി വളരെ പെട്ടെന്ന് ഒരു ഇടവേളയ്ക്ക് ശേഷം. ഷെയ്ഖ് അമീൻ പട്ടേൽ, സഞ്ജയ് നിരുപം തുടങ്ങി 15 കോൺഗ്രസ് MLA-മാർ പാർട്ടി വിട്ടേക്കുമെന്നാണ് റിപ്പോർട്ടുകൾ. പാർട്ടി വിടുന്നവർ BJP-യിൽ പ്രവേശനം നേടുമെന്നാണ് വിവരം. മദ്യപിച്ച തോക്കും തിരകളും നഷ്ടമാക്കിയ സംഭവത്തിൽ ഉദ്യോഗസ്ഥർക്കെതിരെ അന്വേഷണത്തിന് ഉത്തരവ്. രാജസ്ഥാൻ, മധ്യപ്രദേശ്, തെലങ്കാന എന്നിവിടങ്ങളിൽ തെരഞ്ഞെടുപ്പ് ഡ്യൂട്ടിക്ക് പോയ ഇന്ത്യ റിസർവ് ബറ്റാലിയനിലെ അംഗങ്ങൾ ഉൾപ്പെടെയുള്ളവർക്കെതിരെയാണ് അന്വേഷണം. മധ്യപ്രദേശിൽ നിന്ന് രാജസ്ഥാനിലേക്കുള്ള യാത്രക്കിടെ പോലീസ് ഉദ്യോഗസ്ഥർ മദ്യപിച്ച് തമ്മിൽ ബഹളമാവുകയും പിന്നീട് ഒരു ഉദ്യോഗസ്ഥന്റെ തോക്കും തിരകളും അടങ്ങിയ ബാഗ് കാണാതാവുകയുമായിരുന്നു. പാകിസ്ഥാനിലെ ഏറ്റവും വലിയ ഒറ്റകക്ഷിയുടെ നേതാവ് നവാസ് ഷെരീഫ് പ്രധാനമന്ത്രിയായേക്കും. ഇമ്രാൻഖാന്റെ PTI പാർട്ടി സ്വതന്ത്രരെ ജയിപ്പിച്ചെടുത്ത് ഏറ്റവും കൂടുതൽ MP-മാരെ നേടിയെങ്കിലും ഒറ്റകക്ഷിയാകില്ല. സർക്കാരുണ്ടാക്കാൻ നവാസ് ഷെരീഫിന്റെ PMLN പാർട്ടിയെ പിന്തുണയ്ക്കുമെന്ന് ബിലാവൽ ഭൂട്ടോ സർദാരി. മലങ്കര സഭ ഗുരുരത്നം ഫാദർ TJ ജോഷുവയുടെ 95ാമത് ജന്മദിനാഘോഷം നടന്നു. പള്ളം സെന്റ് പേൾസ് ഓർത്തഡോക്സ് പള്ളിയിലായിരുന്നു ചടങ്ങുകൾ. ബസേലിയസ് മാർത്തോമ മാത്യൂസ് തൃതീയൻ കാത്തോലിക്ക ബാവ ഉദ്ഘാടനം ചെയ്തു. ഇന്ത്യയിലെ പാസഞ്ചർ വാഹന വിൽപ്പന റെക്കോർഡ് നേട്ടത്തിൽ. രാജ്യത്ത് കഴിഞ്ഞ മാസം വിറ്റത് 3,93,250 പാസഞ്ചർ വാഹനങ്ങൾ. കണക്ക് പുറത്തുവിട്ടത് ഫെഡറേഷൻ ഓഫ് ഓട്ടോമൊബൈൽ ഡീലേഴ്സ് അസോസിയേഷൻ. കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് 13.30% വർധന. ഹൃദയത്തിന് ശേഷം വിനീത് ശ്രീനിവാസൻ സംവിധാനം ചെയ്യുന്ന വർഷങ്ങൾക്ക് ശേഷത്തിന്റെ ടീസർ റിലീസ് ചെയ്തു. മോഹൻലാലാണ് ടീസർ റിലീസ് ചെയ്തത്. 2 കാലഘട്ടത്തെ കഥയാണ് ചിത്രം പറയുന്നതെന്നാണ് ടീസർ നൽകുന്ന സൂചന. ഏപ്രിൽ 11 തിയേറ്ററിലെത്തും. നടിയും ഗായികയുമായ മല്ലിക രാജ്പൂത് മരിച്ച നിലയിൽ. 35 വയസ്സായിരുന്നു. സീതാകുണ്ടിലെ വീട്ടിൽ മരിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു. സാധ്യതയെന്ന് കൊട്വാലി പോലീസ് അറിയിച്ചു. സോണിയാഗാന്ധി രാജ്യസഭയിലേക്ക് മത്സരിക്കും. പത്രിക നൽകുന്നത് രാജസ്ഥാനിൽ നിന്ന്. 25 വർഷം ലോക്സഭാംഗമായ ശേഷമാണ് സോണിയ രാജ്യസഭയിലേക്ക് മത്സരിക്കുന്നത്. കാസർഗോഡ് കോൺഗ്രസിൽ നടപടി. KPCCയുടെ പ്രവർത്തന ഫണ്ട് പിരിവിൽ വീഴ്ച വരുത്തിയ 5 മണ്ഡലം പ്രസിഡന്റുമാരെ തൽസ്ഥാനത്ത് നിന്ന് നീക്കി. കാഞ്ഞങ്ങാട്, കുമ്പള, മംഗൽപാടി, പൈവളികെ, മഴിക്കൈ എന്നിവിടങ്ങളിലെ മണ്ഡലം പ്രസിഡന്റുമാരെയാണ് എതിരെയാണ് നടപടി. ഇവർക്കെതിരെ സംഘടനാപരമായ അച്ചടക്ക നടപടി സ്വീകരിച്ചതായി KPCC ജനറൽ സെക്രട്ടറി TU രാധാകൃഷ്ണൻ. വിവിധ വിഷയങ്ങൾ ചൂണ്ടിക്കാട്ടി കർഷക സംഘടനകൾ പ്രഖ്യാപിച്ച ഡൽഹി ചലോ മാർച്ച് തുടരുന്നു. കർഷകരെ അനുനയിപ്പിക്കാൻ കേന്ദ്രമന്ത്രിമാർ ഇന്നും ചർച്ച നടത്തും. ചർച്ച വൈകിട്ട് ഹരിയാനയിൽ. സംസ്ഥാനത്തിന്റെ കടമെടുപ്പ് പരിധി വെട്ടിക്കുറച്ച പ്രശ്നത്തിൽ കേന്ദ്രവുമായുള്ള സംസ്ഥാനത്തിന്റെ ചർച്ച നാളെ. സുപ്രീം കോടതി നിർദ്ദേശം അനുസരിച്ചാണ് ചർച്ച. കേരളം നിയോഗിച്ച സംഘം ഇന്ന് ഡൽഹിയിലെത്തും. ധനമന്ത്രി KN ബാലഗോപാൽ നേതൃത്വം നൽകുന്ന 4-അംഗ പ്രതിനിധി സംഘം ചർച്ചകളിൽ പങ്കെടുക്കും. തൃപ്പൂണിത്തുറയിൽ പടക്കശേഖരം പൊട്ടിത്തെറിച്ചുണ്ടായ സ്ഫോടനത്തിൽ നാട്ടുകാർ ഹൈക്കോടതിയിലേക്ക്. തകർന്ന വീടുകൾക്ക് നഷ്ടപരിഹാരം വേണമെന്നാവശ്യപ്പെട്ടാണ് ഹൈക്കോടതിയെ സമീപിക്കുന്നത്. 300ഓളം വീടുകൾക്ക് കേടുപാട് സംഭവിച്ചുവെന്ന് ആക്ഷൻ കൗൺസിൽ പറയുന്നു. മജിസ്റ്റീരിയൽ അന്വേഷണം സംബന്ധിച്ച നടപടിക്രമങ്ങൾ ഇന്ന് തുടങ്ങും. കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗം സ്ഥാനാർത്ഥിയെ നാളെ പ്രഖ്യാപിച്ചേക്കും. സീറ്റുമായി ബന്ധപ്പെട്ട് ഇന്ന് നടക്കുന്ന UDF ചർച്ചയിൽ തീരുമാനമുണ്ടായാൽ നാളെ സ്ഥാനാർത്ഥി പ്രഖ്യാപിക്കാനാണ് ജോസഫ് ഗ്രൂപ്പിന്റെ തീരുമാനം. ഫ്രാൻസിസ് ജോർജിനെ കോട്ടയത്ത് സ്ഥാനാർത്ഥിയാക്കാൻ ജോസഫ് ഗ്രൂപ്പിൽ ധാരണയുണ്ടായിരുന്നു. PJ ജോസഫ് കോട്ടയത്ത് വാർത്താ സമ്മേളനം നടത്തിയാകും സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുക. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ UAE സന്ദർശനം തുടരുന്നു. അബുദാബിയിലെ ആദ്യ ഹിന്ദു ക്ഷേത്രം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് വിശ്വാസികൾക്കായി സമർപ്പിക്കും. പശ്ചിമേഷ്യയിലെ തന്നെ ആദ്യത്തെ പരമ്പരാഗത ഹിന്ദു ക്ഷേത്രമാണിത്. UAE-യുമായുള്ള ഇന്ത്യയുടെ സൗഹൃദം ചരിത്രപരമെന്ന് പ്രധാനമന്ത്രി.
കോഴിക്കോട് മുക്കത്ത് കാർ നിയന്ത്രണം വിട്ട വയലിലേക്ക് മറിഞ്ഞു. മുക്കം ചേന്നമംഗലൂർ റോഡിൽ കച്ചേരി ഗ്രൗണ്ടിന് സമീപമാണ് അപകടം. നടന്ന കാറിൽ ഒരാൾ മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. പരിക്കില്ല. കൊച്ചിയിലെ ബാറിന് മുന്നിലെ വെടിവയ്പ് കേസിൽ ഒളിവിലുള്ള മുഖ്യപ്രതിക്കായുള്ള അന്വേഷണം തുടരുന്നു. വെടിയുതിർത്ത പാറക്കടവ് സ്വദേശി വിനീതിനെയാണ് ഇനി പിടികിട്ടാനുള്ളത്. കഴിഞ്ഞ ദിവസം മറ്റു പ്രതികളായ ഷമീർ, വിജോയ്, ദിൽഷൻ എന്നിവരെ നോർത്ത് പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. ലോക്സഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ഒരുക്കങ്ങൾ വിലയിരുത്തുന്നതിനായി ദേശീയ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ഡെപ്യൂട്ടി ഇലക്ഷൻ കമ്മീഷണർ അജയ് ബദു ഇന്ന് സംസ്ഥാനത്ത് സന്ദർശനം നടത്തും. ഉച്ചയ്ക്ക് 12 മുതൽ 1 മണിവരെ ചീഫ് ഇലക്ടറൽ ഓഫീസർ സഞ്ജയ് കൌളുമായി കൂടിക്കാഴ്ച നടത്തും. 1 മണി മുതൽ പോലീസ് ഉന്നതാധികാരികളുമായും ഉച്ചയ്ക്ക് 2:45 മുതൽ ജില്ലാ കളക്ടർമാരുമായും ജില്ലാ പോലീസ് മേധാവിമാരുമായും അവലോകന യോഗം ചേരും. മഹാരാഷ്ട്രയിലെ കോൺഗ്രസിനെ പ്രതിസന്ധിയിലാക്കി മുതിർന്ന കോൺഗ്രസ് നേതാവ് അശോക് ചവാൻ പാർട്ടി വിട്ടതിന് പിന്നാലെ പാർട്ടിയിലെ 15ഓളം MLA-മാരും പാർട്ടി വിടാൻ ഒരുങ്ങുന്നുവെന്ന് സൂചന. യുവ നേതാവ് വിശ്വജിത് കദം, അസ്ലം ഷെയ്ഖ്, അമീൻ പട്ടേൽ, സഞ്ജയ് നിരുപം തുടങ്ങി 15 കോൺഗ്രസ് MLA-മാർ പാർട്ടി വിട്ടേക്കുമെന്നാണ് റിപ്പോർട്ടുകൾ. പാർട്ടി വിടുന്നവർ BJP അങ്ങനെ ചെട്ടികുളങ്ങര കുംഭഭരണി ഉത്സവത്തിന്റെ ആഘോഷ ലഹരിയിലാണ്. നമുക്ക് ഉത്സവപ്പറമ്പുകളിൽ കാണുന്ന സ്ഥിരം കാഴ്ചകളാണ്. ഒരു ക്ലീഷയായിട്ടും തോന്നണ്ട, പക്ഷെ അപ്പോഴും അതിന്റെ ഒരു ദൃശ്യഭംഗി വളരെയാണ്. ഇത് രാജസ്ഥാനിൽ നിന്ന് വരുന്ന ജയ്പൂർ അല്ലേ? ജയ്പൂർ से आए? अजमेर अजमेर उधर ही ये काम करते है? ये बैलून का, ये मूर्ति का ऐसा लग रहा है इधर. अच्छा है हाँ। वो सेल होता है? होता है हाँ। कितना दिन होगा ऐसा वाले एक बनाने के लिए? 2 दिन हो गया। कितना 10 साल हो गया। 10 दिन 10 साल 10 साल से बनाता है, लेकिन एक बनाने के लिए डेली बढ़ाता है इसको मशीन में, डेली फैक्ट्री में। अच्छा. രാജസ്ഥാനിലെ ജയ്പൂരിൽ നിന്നും വരുന്നവരാണ് അവര്. ഈ വിഗ്രഹങ്ങൾ അവര് ഈ കച്ചവടം നടത്തി ഉപജീവനം കഴിക്കുന്നവരാണ്. ഞാൻ നേരത്തെ പറഞ്ഞ ഉത്സവപ്പറമ്പിലൊക്കെ സ്ഥിരം കാണുന്നതാണ്. പക്ഷെ അപ്പോഴും പ്രശാന്തിന്റെ ഒരു ദൃശ്യഭംഗി, പ്രശാന്തിന്റെ ക്യാമറയിലൂടെ, പ്രശാന്തിന്റെ കാഴ്ചകളിലൂടെ പ്രേക്ഷകർ ഒന്ന് കാണണം. അത് മനോഹരമായ നിർമ്മിതികളാണ്. വ്യത്യസ്ത രൂപങ്ങളിൽ, വ്യത്യസ്ത രീതികളിൽ, നിറങ്ങളിൽ ഉള്ള ഈ ദൃശ്യങ്ങൾ അത് ഒന്ന് കാണണം. ഇത് ഇപ്പോൾ കാണാം, ഓരോരോ ദേവീ ദേവന്മാരുടെ നിർമ്മിതികളാണ്. ഗണപതി ഭഗവാന്റെ രസകരമായ ഒരു ഭയങ്കര നിർമ്മിതിയാണ് ഇതുള്ളത്. അങ്ങനെ തന്നെ ഓരോരോ ദേവീ ദേവന്മാരുടെ സംഭവിക്കുന്നുണ്ട്. ഇതെങ്ങനെയുണ്ട് ചേട്ടാ? ഇത് ഭംഗിയുള്ള സാധനങ്ങളാ അല്ലേ? നല്ല ഭംഗിയുള്ള സാധനങ്ങൾ. നമ്മൾ സാധാരണ ഉത്സവത്തിനൊക്കെ ഇത് കാണാറുണ്ട്, പക്ഷെ എന്നാലും കുറച്ചും കൂടെ ഒരു വ്യത്യാസമുണ്ട്. എങ്ങനെ? ശരി, അങ്ങനെയാണ്. ഒരുപാട് പേർ. നമുക്കപ്പോൾ ചെട്ടികുളങ്ങരയിലെ മറ്റു കാഴ്ചകളിലേക്ക് കൂടി ഒക്കെ ഒന്ന് പോകണം. പ്രശാന്ത്, നമുക്ക് ഈ ബലൂണുകളൊക്കെ ഒന്ന് പ്രേക്ഷകരെ കാണിക്കാം. ഇത് രാവിലെ മോർണിംഗ് വൈബ്സ് എന്ന് പറയുമ്പോൾ ഒന്ന് വൈബ് ആയിക്കോട്ടെ അല്ലേ? ഇത് കണ്ടിട്ട് ഈ ബലൂണുകൾ, ഈ ദൃശ്യങ്ങളൊക്കെ കാണുക. ഇത് നമ്മുടെ വീട്ടിലെ കുട്ടികളെ കണ്ടു കഴിഞ്ഞാൽ ഉടനെ വേണം എന്ന് വാശി പിടിക്കുന്ന സാധനങ്ങളാണ്. പലതരത്തിലുള്ള പാവകൾ ഇവിടെയുണ്ട്. ഇതൊക്കെയാണ് ചെട്ടികുളങ്ങരയിലെ കാഴ്ചകൾ. എൻ്റെ ശബ്ദത്തിനൊപ്പം ഈ ദൃശ്യങ്ങളുടെ ഒരു ഭംഗിയും കൂടെ ആകുമ്പോൾ ആളുകൾക്ക് കണ്ട് രസിക്കാനും ഒന്ന് വൈബാകാനും ഒക്കെ പറ്റിയ ഒരു സാഹചര്യമുണ്ട്. അതാണ് ചെട്ടികുളങ്ങരയിൽ. നമുക്കിനിയും നേരെ പോകേണ്ടത് മറ്റൊന്ന് പാലക്കാട്ടേക്ക് ഒന്ന് പോകണം. പാലക്കാട്ട് കൽപ്പാത്തിയിലേക്ക് നമുക്ക് ഒന്ന് പോകണം. അവിടെ പാലക്കാടൻ ചരിത്രം പറയുന്ന കൽപ്പാത്തി പൈതൃക മ്യൂസിയം അത് തേടി ചരിത്രാന്വേഷികൾ എത്തുന്നു എന്നുള്ളതാണ്. ഗോത്രകാല നാട്ടറിവുകൾ മുതൽ ഉത്സവ കാഴ്ചകൾ വരെയുള്ള ആ മ്യൂസിയത്തിന്റെ കാഴ്ചകളിലേക്ക്. കൽപ്പാത്തി പൈതൃക മ്യൂസിയത്തിൽ ഒരുപാട് കാഴ്ചകളുണ്ട്. പാലക്കാടിൻ്റെ നാട്ടറിവ്, പാലക്കാടിൻ്റെ കാർഷിക സംസ്കാരം, അതുപോലെ തന്നെ കലാസംസ്കാരം, കലയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള നിരവധി വാദ്യോപകരണങ്ങൾ ഇവിടെ പ്രദർശനത്തിനുണ്ട്. എന്തായാലും നമുക്ക് ആ മനോഹരമായ കാഴ്ചകളിലേക്കൊന്ന് പോവാം. എന്തൊക്കെയാണ് ഇവിടെ എത്തുന്നവർക്ക് പഠിക്കാനുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ പാലക്കാടിനെ സംബന്ധിച്ചോളം പാലക്കാടിൻ്റെ ഒരു ജോഗ്രഫിക്കൽ കാർഷികം ആയിട്ടുള്ള കാര്യങ്ങളും കലയും ഇതെല്ലാം കൂടി ഒരു സമന്വയിപ്പിച്ചിട്ടുള്ള ഒരു വേദി.
അത് നമ്മൾ ഇപ്പോൾ പാലക്കാട് എന്ന് പറഞ്ഞാൽ കേരളത്തിൽ ഉള്ള ഒട്ടുമിക്ക കലാരംഗത്തുള്ള വ്യക്തികളും ഈ പാലക്കാടിൽ നിന്നുള്ള സംഭാവനയാണ്. പിന്നെ ഈ കുട്ടികൾക്ക് ഓരോ ഇൻസ്ട്രുമെന്റ്സിനെയും കുറിച്ചിട്ട് ഒരു ബോധവാന്മാരാക്കാണ്. ഇപ്പോൾ നമ്മൾ പറയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഉത്ഭവത്തിലുള്ള ചില ഇൻസ്ട്രുമെന്റ്സ് ഉണ്ട്, ട്രൈബൽസ് ഉപയോഗിക്കുന്നതാണ്, പാലക്കാട് ട്രൈബൽസ് ഉപയോഗിക്കുന്ന ദവിൽ എന്ന് പറയും, മരം എന്ന് പറയും. അതിനെക്കുറിച്ചിട്ടൊരു ബോധവൽക്കരണം ഇതൊന്നും കുട്ടികൾ കണ്ടിട്ടും കൂടിയില്ല. പിന്നെ ഇവിടുത്തെ വേലകൾ, ഈ പാലക്കാട് ഡിസ്ട്രിക്റ്റിലത്തെ വേലകൾ, ഇപ്പോൾ പിന്നെ കളികൾ എന്ന് പറഞ്ഞാൽ കണ്ണിയാർക്കളി, ഓരോ കളികൾ, ഇപ്പോൾ പുള്ളുവാൻ പാട്ട്, ഇങ്ങനെ അതൊക്കെ ഇവിടെ തന്നെയാണ്, കേരളത്തിൽ പാലക്കാടിൽ തന്നെയാണ് കൂടുതലുള്ളതും. പിന്നെ നായാടി കളി, പിന്നെ ദഫ്മുട്ട്, അതൊക്കെ അത് ഓരോ 1 by 1 ആയിട്ട് ഓരോ ഗാലറിയിലും സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. 6 ഗാലറി മൊത്തമുണ്ട് ഇവിടെ. ഈ 6 ഗാലറി എന്ന് പറയുന്നത്, ആദ്യത്തെ ഗാലറി ഉദയം എന്ന് പറയും, രണ്ടാമത്തെ മരതകം, മൂന്നാമത്തെ ഉത്ഭവം, 4 നവരസം. ഈ ഉത്ഭവത്തിൽ തന്നെ 2-3 ഗാലറിയിൽ സെക്ഷനാക്കി തിരിച്ചിട്ടുണ്ട്. പിന്നെ നവരസം, പുരാണം, പിന്നെ ക്ഷേത്രകലനെ ബേസ് ചെയ്ത് നോക്കുമ്പോൾ തോൽപ്പാവ് കുത്തൊന്നും കുട്ടികൾ കണ്ടിട്ടുണ്ടാവില്ല, അതിനെക്കുറിച്ച് അറിയില്ല. അപ്പോൾ അതൊരു വിഷ്വലായിട്ട് കാണിച്ചു തരുന്നുണ്ട്. മൊത്തമാണ് കൽപ്പാത്തി ഗ്രാമത്തിനെ കുറിച്ചിട്ട് ഒരു ചെറിയൊരു 8 മിനിറ്റ് ദൈർഘ്യമുള്ള ഒരു ഡോക്യുമെന്ററി, രഥോത്സവം എങ്ങനെ ഉണ്ടായി എന്നുള്ളത്. അത് കുട്ടികൾക്ക് അറിയേണ്ടത് തന്നെയാണ്. നമ്മൾ പണ്ടത്തെ കാര്യങ്ങൾ ഇപ്പോൾ അറിയേണ്ട കാര്യങ്ങളാണ്. എല്ലാവരും പോകുന്നുണ്ട്, രഥോത്സവത്തിന് പോകുന്നുണ്ട്, വേലയ്ക്ക് പോകുന്നുണ്ട്, തൃശ്ശൂരത്തിന് പോകുന്നുണ്ട്. ഇപ്പോൾ ഞാൻ തൃശ്ശൂർകാരനായതുകൊണ്ടാണ് ഞാൻ കൂടുതൽ പറയുന്നത്, തൃശ്ശൂരം പറഞ്ഞത്. അപ്പോൾ അങ്ങനെ പോകുന്നുണ്ട്. അപ്പോൾ അത് എങ്ങനെ ഉണ്ടായി എന്നുള്ളത് ആരും ചിന്തിക്കാറില്ല. അപ്പോൾ അതിനെ ബേസ് ചെയ്തിട്ട് അതൊരു വലിയൊരു മൂല്യമാണ്. അത് കൽപ്പാത്തി രഥോത്സവം എല്ലായിടത്തും വേൾഡ് കംപ്ലീറ്റ് എല്ലാ ബ്രാഹ്മൺസും വന്ന് ഒത്തുചേരുന്ന സ്ഥലമാണ് കൽപ്പാത്തിയിൽ. അത് എങ്ങനെ ഉണ്ടായി എന്നുള്ള ആ തലമുറക്കാർക്ക്, ആ കുട്ടികൾക്ക് പോലും അറിയില്ല. ഇവിടെ വന്നിട്ടാണ് അവർ ഇങ്ങനെ ഇത് മനസ്സിലാക്കിയിരുന്നത്. പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ കുറച്ച് കഴിഞ്ഞ് ഞാൻ പറഞ്ഞില്ലേ ട്രൈബൽസ് ഉപയോഗിക്കേണ്ട കാര്യം കഴിഞ്ഞു. അത് കഴിഞ്ഞ് ഈ വേലയെ സംബന്ധിച്ചിട്ടുള്ള ഇവിടെ അത് ആ ഒരു ഗാലറിയാണ് ഇപ്പോൾ ഈ കാണുന്ന ഗാലറി. കൽപ്പാത്തിയുടെ ചരിത്രം, അതുപോലെ തന്നെ ഓണത്തിന് കാർഷിക സംസ്കാരവുമായുള്ള ബന്ധം, ഇങ്ങനെ നിരവധി കുറിപ്പുകളും ഒപ്പം തന്നെ ഇത്തരത്തിലുള്ള കാഴ്ചകളുമാണ് ഇവിടെയുള്ളത്. എന്തായാലും ഇവിടെ എത്തുന്നവരെ എന്തായാലും ഇത് തൃപ്തിപ്പെടുത്തും. ഒപ്പം തന്നെ ആ ചരിത്രശേഷിപ്പുകളെക്കുറിച്ച് നമുക്ക് കൂടുതൽ അറിയാനും പഠിക്കാനും ഇത് ഉപകരിക്കും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ക്യാമറാമാൻ പ്രജിത്ത് കോങ്ങാടിനൊപ്പം എസ് വിനേഷ് കുമാർ, ന്യൂസ് 18 പാലക്കാട്. വിനേഷ് കുമാറിന്റെ പാലക്കാട്ട് നിന്നുള്ള മനോഹരമായ ഒരു സ്റ്റോറിയാണ് പ്രേക്ഷകർ കണ്ടത്. അത് അവിടുത്തെ പാലക്കാട് ഒരുപാട് കലകൾക്കും സംസ്കാരത്തിനും പൈതൃകത്തിനും ഒക്കെ ഒരുപാട് തരത്തിലുള്ള പ്രാധാന്യമുള്ള ഒരു ജില്ലയാണ്. അവിടുത്തെ കാഴ്ചകളാണ് പ്രേക്ഷകർ കണ്ടത്. നമുക്ക് തിരിച്ച് ചെട്ടികുളങ്ങരയുടെ മണ്ണിലേക്ക് വരണം. എനിക്ക് ചുറ്റും കാണുന്നത് ഈ കുംഭഭരണിയുമായി ബന്ധപ്പെട്ട് ദേവിയെ കണ്ട് മടങ്ങാനായി എത്തുന്ന ലക്ഷോപലക്ഷം ജനങ്ങളുടെ കാഴ്ചയാണ്. ഇത് വലിയ തോതിലുള്ള ക്യൂ ഇവിടെ അനുഭവപ്പെടുന്നുണ്ട്. കാരണം നമുക്കറിയാം ഈ ക്യൂ എന്ന് പറയുന്നത് ഇത് ദേവിയെ കണ്ട് മടങ്ങുക എന്നുള്ള വളരെ പ്രധാനപ്പെട്ട കർത്തവ്യമായി വരുന്നവരാണ്. ഇവിടെ സേവാഭാരതിയുടെ ഒരു കൗണ്ടർ ഈ കാണുന്നതാണ്. അവർ ഈ സേവന പ്രവർത്തനങ്ങളിലൊക്കെ ഒരുപാട് മുന്നിലുള്ള ഒരു സംഘടന കൂടിയാണ് സേവാഭാരതി എന്ന് നമുക്കറിയാം. അവരുടെ കൗണ്ടർ ഇവിടെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഒരുപാട് പ്രവർത്തനങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് നടക്കുന്നുണ്ട്. നമുക്ക് അവരുടെ ചില കാര്യങ്ങളിലേക്ക് ഒന്ന് പോകണം. എന്തൊക്കെയാണ് ഇവിടെ നടക്കുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾ? എന്തൊക്കെയാണ് ഇവിടെ നടക്കുന്ന പ്രധാന കാര്യങ്ങൾ? ഞാനിപ്പോൾ ചേട്ടാ, ഇത് നമ്മുടെ സേവാഭാരതിയുടെ ഞാൻ പ്രവർത്തകനാണ്. ആരാ ഇതിന്റെ പ്രധാന ആള്? ജനറൽ സെക്രട്ടറി. എന്താണ് ഇന്ന് പ്രവർത്തനങ്ങൾ ഭരണിയുമായിട്ട് ബന്ധപ്പെട്ട്? പറഞ്ഞോളൂ. എല്ലാ വർഷങ്ങളിലും ചെട്ടികുളങ്ങരയമ്മയുടെ തിരുനാളായിട്ടുള്ള കുംഭഭരണി വളരെ സമുചിതമായിട്ട് ഈ നാട് കൊണ്ടാടുന്ന ഒരു ഉത്സവമായിട്ട് മാറിയിരിക്കുകയാണ്. സേവാഭാരതി കഴിഞ്ഞ എല്ലാ വർഷങ്ങളിലും വളരെ വിപുലമായിട്ടുള്ള സൗകര്യങ്ങളും വിപുലമായിട്ടുള്ള സംവിധാനങ്ങളുമാണ് ഈ കുംഭഭരണി മഹോത്സവത്തെ കമനീയമാക്കാൻ വേണ്ടിയിട്ട് നാട്ടിലെ ഭക്തജനങ്ങൾക്ക് സഹായകരമായി ചെയ്തുകൊണ്ടിരിക്കുന്നത്. കുടിവെള്ള വിതരണം, അതോടൊപ്പം തന്നെ മെഡിക്കൽ സഹായം, അതോടൊപ്പം തന്നെ ആംബുലൻസ് സർവീസ് അടക്കമുള്ള എല്ലാ കാര്യങ്ങളും ഒരുക്കിക്കൊണ്ട് ഈ വരുന്ന കുംഭഭരണി മഹോത്സവത്തിൽ ഇവിടെ എത്തുന്ന എല്ലാ ഭക്തജനങ്ങൾക്കും വളരെയധികം സഹായങ്ങളും സഹകരണങ്ങളും ചെയ്തുകൊണ്ട് ഈ ഒരു കുംഭഭരണി മഹോത്സവത്തെ വളരെയധികം ഭക്തർക്ക് അതോടൊപ്പം തന്നെ നാട്ടിലെ ജനങ്ങൾക്കും ഏറ്റവും കൂടുതൽ സഹായകരമായ തരത്തിലേക്ക് യാതൊരു ബുദ്ധിമുട്ടുമില്ലാതെ കുംഭഭരണി മഹോത്സവം ആചരിക്കുന്നതിന് വേണ്ടിയിട്ട് എല്ലാവർക്കും അതിനുള്ള സഹായവും സഹകരണവും
ഒരുക്കുക എന്നുള്ളതാണ് ഈ ഒരു അവസരത്തിൽ സേവാഭാരതി ചെയ്തുകൊണ്ടിരിക്കുന്നത്. സേവാഭാരതി ചെട്ടികുളങ്ങരയുടെ വളരെ കർമ്മനിരതരായിട്ടുള്ള പ്രവർത്തകരും അതോടൊപ്പം തന്നെ ജില്ലയിലെ പാലിയേറ്റീവ് കെയർ പ്രവർത്തനത്തിൻ്റെയും അതോടൊപ്പം തന്നെ ആരോഗ്യ വിഭാഗത്തിൻ്റെയും ആഭിമുഖ്യത്തിലാണ് ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ മുന്നോട്ട് നീക്കിക്കൊണ്ടിരിക്കുന്നത്. ശരി, അതാണ് ഈ സേവന പ്രവർത്തനങ്ങൾ കൂടിയാണ് നമുക്കറിയാം ഈ കുംഭഭരണിയുടെ ഒരു പ്രത്യേകത. എല്ലാ ഉത്സവകാലത്തും നടക്കുന്നതാണ്. സേവനം വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. അതിന്റെ ഒരു ഈ സേവാഭാരതിയുടെ ഈ കൗണ്ടർ തുടങ്ങുന്നു. ഈ നിരവധി ആളുകൾ രാവിലെ പോലെ ഇങ്ങോട്ടേക്ക് എത്തുന്നുണ്ട്. ഭക്തജനങ്ങൾ അവർക്ക് ആവശ്യമായ മെഡിക്കൽ സൗകര്യങ്ങൾ മറ്റു കാര്യങ്ങളൊക്കെ ഇവിടെ ഏർപ്പെടുത്തിയിട്ടുമുണ്ട്. നമുക്ക് ദൃശ്യങ്ങളിൽ എന്റെ തൊട്ടുപുറകിൽ കാണുന്ന ചെട്ടികുളങ്ങര ദേവീ ക്ഷേത്രമാണ്. അവിടെ വലിയ ക്യൂ രാവിലെ മുതൽ അനുഭവപ്പെടുന്നുണ്ട്. നിരവധി ആളുകൾ ദർശനത്തിനായി ഇപ്പോഴും കാത്തു നിൽക്കുന്നത് കാണാം. ഇപ്പോൾ ഇങ്ങോട്ടേക്ക് ഈ കുത്തിയോട്ടങ്ങൾ ഒരു വരവ് അത് തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 15ഓളം കുത്തിയോട്ടങ്ങൾ ഉണ്ടാകുന്നുണ്ട്. 15ഓളം കുത്തിയോട്ടങ്ങൾ ഇവിടെയുണ്ട്. ഇതിലെ 3 കുത്തിയോട്ടം ഇതിനകം തന്നെ ക്ഷേത്രത്തിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞു. ഇനിയും കുത്തിയോട്ടങ്ങൾ വരികയാണ്. അതായത് 10, 10, 11 മണി വരെ ഈ കുത്തിയോട്ടങ്ങളുടെ ഒരു വരവാണ് ക്ഷേത്രത്തിലേക്ക് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതിനുശേഷം ഒരു അല്പസമയം ഒരു വിശ്രമവേളയാണ്. പക്ഷെ അപ്പോഴും ക്ഷേത്രം തുറന്നിരിക്കും, അമ്പലം തുറന്നിരിക്കും. അവിടെ ആളുകൾക്ക് ദർശനത്തിലുള്ള ഭക്തർക്ക് ദർശനത്തിലുള്ള എല്ലാ സൗകര്യങ്ങളും ഉണ്ടാകും. വൈകുന്നേരം ഉച്ചയ്ക്ക് ശേഷമാണ് ഈ കെട്ടുകാഴ്ചകളുടെ ഒരു വരവ് ആരംഭിക്കുക. 13 കരകളിൽ നിന്നുള്ള കെട്ടുകാഴ്ചകൾ വൈകുന്നേരം ഈ കാണുന്ന കാഴ്ചക്കണ്ടത്തിൽ അണിനിരക്കും. അത് വളരെ കമനീയമായ ഒരു കാഴ്ചയാണ്. ഈ കെട്ടുവൃത്തിയുള്ള കെട്ടുകാഴ്ചകളാണ് ഈ കാഴ്ചക്കണ്ടത്തിൽ അണിനിരക്കുക. അത് കരക്കാരുടെ ഒരു അധ്വാനത്തിന്റെ ഭാഗമായി കൂടിയാണ് ഇത്തരം സംവിധാനങ്ങൾ ഒരുങ്ങുന്നത്. ഇത് എന്റെ ഈ കാണുന്നതാണ് കാഴ്ചക്കണ്ടം. ഈ കാഴ്ചക്കണ്ടത്തിലാണ് വൈകുന്നേരത്തിലൂടെ കെട്ടുകാഴ്ചകൾ അതൊക്കെ തയ്യാറാക്കി വെച്ചിരിക്കുകയാണ്. ഇതെല്ലാം മനുഷ്യ അധ്വാനത്തിന്റെ ഒരു പ്രതിഫലനം കൂടിയാണ് എന്ന് ഞാൻ ആദ്യമേ തന്നെ പറഞ്ഞു. ഈ ഒരുപാട് ലക്ഷോപലക്ഷം ജനങ്ങൾ ഇന്ന് രാവിലെ മുതൽ ഇങ്ങോട്ടേക്ക് എത്തുകയും ചെട്ടികുളങ്ങര ദേവിയെ കാണാനായി ദർശനം നടത്താനായി വന്ന് മടങ്ങുകയും ചെയ്യും. രാവിലെ മുതൽ. നമസ്കാരം ചേട്ടാ, എവിടുന്ന്? ആലപ്പുഴ നിന്നാണ്? ആലപ്പുഴ മുന്നിലേക്ക് എല്ലാ വർഷവും ഭരണിക്ക് വരാറുണ്ട്? എല്ലാ വർഷവും വരാറുണ്ട്. എങ്ങനെയുണ്ട് ഇന്നത്തെ അനുഭവം? നല്ല അനുഭവം തന്നെയാണ്. ദേവിയുടെ ഒരു വലിയ ഭക്തനാണ്. ഒറ്റയ്ക്കുള്ളോ? ഒറ്റയ്ക്കുള്ളൂ. കുറെ നേരമായിട്ട് ക്യൂ നിൽക്കാൻ തോന്നുന്നു. കുറച്ച് നേരമായി പോയി. ഇത്തവണ കുറച്ചുകൂടെ നീണ്ട ക്യൂ ഉണ്ടെന്ന് തോന്നുന്നല്ലേ? ഓക്കെ. നല്ല ക്യൂ ആണ്. ആളുകളൊക്കെ ക്യൂ നിന്നാണ് ഈ ദർശനവുമായി ബന്ധപ്പെട്ട് പോകുന്നത് എന്നുള്ളതും വളരെ പ്രധാനമാണ്. നമുക്ക് ചെട്ടികുളങ്ങരയുടെ ഈ കുംഭഭരണിയുടെ ഒരു ചരിത്രം അത് ഒരുപാട് പ്രധാനപ്പെട്ടതാണ്. നിരവധി ഐതിഹ്യങ്ങൾ ഇതുമായി ബന്ധപ്പെട്ടുണ്ട് എന്നുള്ളതും വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഈ കഴിഞ്ഞ 7 ദിവസമായി ഇവിടെ കുത്തിയോട്ടം, ഓരോ വീടുകളിലും കുത്തിയോട്ട കുമ്മികൾ അലയടിക്കുന്ന ഒരു കാഴ്ച നമുക്ക് കാണാമായിരുന്നു. നിരവധി കുത്തിയോട്ടങ്ങൾ ഇവിടെ സംഭവിച്ചിരുന്നു. ഈ ചെവിടുകളും താളങ്ങളും ഒക്കെയായി ഒരുപാട് ആളുകൾ പങ്കെടുക്കുന്ന വളരെ വൈശിഷ്ട്യമായ ഒരു കലാരൂപമാണ് കുത്തിയോട്ടം. ഏറ്റവും ഒടുവിൽ ദേവിക്ക് വഴിപാടായി സമർപ്പിച്ചുകൊണ്ട് ഇങ്ങോട്ടേക്ക് എത്തുന്ന ഒരു കാഴ്ച കൂടി നമുക്ക് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കുത്തിയോട്ടമൊന്നും നമുക്ക് ദൃശ്യവൽക്കരിക്കാനുള്ള അധികാരമില്ല, അല്ലെങ്കിൽ അത്തരത്തിലുള്ള അനുവാദമില്ല. കാരണം അത് വേറെ ഈ ചരിത്രപരമായൊക്കെ ആയാലും വേറെ വൈശിഷ്ട്യമായ ചില ചടങ്ങുകളാണ്. സ്വാഭാവികമായി അവിടെയൊക്കെ ചെന്ന് ഇത്തരം ഈ ചിത്രീകരിക്കുക എന്ന് പറയുന്നത് അത് നിരോധിച്ചിരിക്കുന്ന കാര്യമാണ്. അത് ഇവിടെ മൈക്കിൽ അനൗൺസ്മെന്റും ഒക്കെ നടക്കുന്നുണ്ട്. അത്തരത്തിൽ ചിത്രീകരിക്കരുത് എന്നാവശ്യപ്പെട്ടുകൊണ്ട് നമ്മൾ വീണ്ടും തിരിച്ച് കാഴ്ചക്കണ്ടത്തിൽ നിന്ന് ഭരണിച്ചന്തയിൽ നിന്ന് നമ്മൾ തിരിച്ച് ചെട്ടികുളങ്ങര ദേവീക്ഷേത്രത്തിലേക്ക് വീണ്ടും പ്രവേശിക്കുകയാണ്. ഒരുപാട് ഭക്തജനങ്ങൾ ഇപ്പോഴും പുറത്ത് ദർശനത്തിനായി കാത്തു നിൽക്കുന്നത് നമുക്ക് കാണാം. ഇന്ന് മുഴുവൻ ഇവിടെ ഭക്തജനങ്ങളുടെ വലിയ ഒരു തിരക്കായിരിക്കും. നേരത്തെ പറഞ്ഞതുപോലെ ചെട്ടികുളങ്ങരയിലെ ഓരോ വഴികളും ഇവിടേക്ക് തന്നെയാണ്. ഓരോ വഴികളും ഇങ്ങോട്ടേക്ക് തന്നെയാണ് എന്നുള്ളതാണ്. ഒരുപാട് ആളുകൾ ഇതുമായി ബന്ധപ്പെട്ട് നിയന്ത്രിക്കുന്നുണ്ട്. കാരണം ഭക്തജനങ്ങളുടെ നിയന്ത്രിച്ച് അവരെ അകത്തേക്ക് കയറ്റി വിടുക. ചേട്ടാ, ഒരുപാട് തിരക്കുണ്ടല്ലോ കാര്യമായിട്ട്. ഇന്ന് ഇത്ര തിരക്കുണ്ട് കാര്യമായിട്ട്. രാവിലെ മുതൽ വലിയ ക്യൂ കാണും. എങ്ങനെയാ നിയന്ത്രണമൊക്കെ? എങ്ങനെയാ നിയന്ത്രണം? സന്നദ്ധ സംഘടനകളുണ്ട്, വളണ്ടിയേഴ്സുമാരുണ്ട്, എല്ലാം നല്ല രീതിയിൽ നടക്കുന്നു. ഈ ക്യൂ കുറച്ചു നേരം കൂടെ നീളുമെന്ന് പ്രതീക്ഷിക്കുന്നു. കുറച്ചു നേരം അല്ല, ഉച്ച 12 മണി 12 മണി അങ്ങ് നിന്നോളും, ക്യൂ നിന്നോളും. ഇന്ന് അങ്ങനെ തന്നെ, ഇന്ന് മൊത്തം ക്യൂ ആണ്. ഈ ഭക്തരുടെ ഈ വെള്ളമൊക്കെ കൊടുക്കാൻ എല്ലാം ഉണ്ട്. എല്ലാം അമ്പലത്തിനകത്തുണ്ട്, എല്ലാ സജ്ജനങ്ങളുണ്ട്. കുത്തിയോട്ടങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്. കുത്തിയോട്ടം ഇപ്പം 4ാമത്തെ വന്നു, 5ാമത്തെ കയറുന്നുണ്ട്. എത്ര കുത്തിയോട്ടമുണ്ട് ഇത്തവണ? 16 കുത്തിയോട്ടം. 16 അകത്ത് കയറണം. 5ാമത്തെ വന്നു. 12 മണിയൊക്കെ ആവും. 12 മണിയൊക്കെ ആവും. എല്ലാം വരുമ്പോഴത്തേനും കഴിയും. ഇന്ന് മൊത്തം ഇങ്ങനെ തന്നെ അങ്ങ് പോകും. ഈ അശ്വതിയും ഭരണിയും കൂടെ ഒരുമിച്ച് വന്നു എന്നൊരു പ്രത്യേകത കൂടിയുണ്ട്. ഈ പ്രാവശ്യം അങ്ങനെ തന്നെ പ്രത്യേകത ഉണ്ട്. അപ്പോൾ അതിന് കുറച്ച് ഒന്നുണ്ട്. രണ്ടും ഒരുമിച്ചായി പ്രാവശ്യം.
നേരത്തെ ഞാൻ പറഞ്ഞ പോലെ ഒരുപാട് പ്രവാസികൾ കുംഭഭരണിയുമായി ബന്ധപ്പെട്ട് വരുന്നുണ്ട് അല്ലേ? അവിടെ നിന്നൊക്കെ ഒരുപാട് പേരുണ്ടോ? തീർച്ചയായിട്ടും എനിക്കൊന്ന് ബെഹറിൽ നിന്ന് ഒരു 100 പേരിനടുത്ത് എത്തിയിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം ഒരു കഞ്ഞി ഇപ്പഴലുണ്ട്. അപ്പോൾ അവിടെ എത്തിയപ്പോഴാണ് ഒരു പരിചയമുള്ള ഒരു 10-20 മേളിൽ ആൾക്കാർ കുംഭഭരണിയായിട്ട് ബന്ധപ്പെട്ടെത്തിയിട്ടാണ്. എങ്ങനെയുണ്ട്? കഴിഞ്ഞ വർഷം ഉണ്ടായിരുന്നു? 2 വർഷമായിട്ട് വന്നിട്ടില്ല. സ്ഥിരമായിട്ട് വന്നുകൊണ്ടിരുന്നതാണ്. കഴിഞ്ഞ 2 വർഷം വന്നില്ല. ഈ വർഷം കഴിഞ്ഞൊക്കെയുള്ള എനിക്കൊന്നൊരു ഫുൾ ഫ്ലഡ്ജിന് കുംഭഭരണി ഇത്തവണയാണ്. അതെ അതെ അതെ, ഞങ്ങളിങ്ങനെ ആസ്വദിച്ചുകൊണ്ടിരിക്കുക പല രീതിയിൽ. കുത്തിയോട്ട വീട്ടിലും സദ്യ, കഞ്ഞി, എല്ലാ കംപ്ലീറ്റ് കാര്യങ്ങളും കവർ ചെയ്യാൻ പറ്റി. വർഷം കുത്തിയോട്ട വീട്ടിലൊക്കെ പോയി എല്ലായിടത്തും പോയി സദ്യ ഉണ്ട്. കുത്തിയോട്ടം കാണാൻ പറ്റി. കഞ്ഞി കുടിച്ചു. എത്ര കഞ്ഞി കുടിച്ചു? കഞ്ഞി എല്ലാ ദിവസവും കുടിച്ചു. അവിടെ എങ്ങനെയാ? ഞാനിപ്പം നമ്മുടെ മോഹൻലാലിയേട്ടനെ കണ്ടിരുന്നു. അപ്പൊ ഇപ്പം ഇവിടെ മാത്രമല്ല, അങ്ങ് ഗൾഫിലും ബഹറിലും ദുബായിലാണ് ഏറ്റവും നന്നായിട്ട് കുംഭഭരണി ആഘോഷിക്കുന്നത്. പോലും ബഹറിലും ഈ ചിറ്റളങ്ങരയുടെ വിശ്വാസികളെല്ലാം ചേർന്ന് നല്ല രീതിയിൽ കഴിഞ്ഞ മാസമായിരുന്നു ബഹറിലെ ആഘോഷം. അപ്പോൾ അവിടെ ഏകദേശം ഒരു രാവിലെ മുതൽ വൈകുന്നേരം വരെ നീണ്ടു നിൽക്കുന്ന വലിയ രീതിയിലുള്ള ആഘോഷം ഉണ്ടായിരുന്നു. ഉച്ചയ്ക്ക് കഞ്ഞി, വൈകിട്ട് കെട്ടുകാഴ്ച ഉൾപ്പെടെയുള്ള ആഘോഷങ്ങൾ. അതിൽ ഒരുപാട് ആളുകൾ പങ്കാളിത്തം ഉണ്ടല്ലേ? തീർച്ചയായിട്ടും ആയിരക്കണക്കിന് ആൾക്കാർ പങ്കാളിത്തം. ശരി, അതാണ് ഈ കുത്തിയോട്ടത്തിന്റെയും കുംഭഭരണിയുടെ ഒക്കെ വിശേഷം. അതാണ് ഇപ്പോൾ ഈ ഗൾഫ് നാടുകളിലും നിരവധി സ്ഥലങ്ങളിൽ കുംഭഭരണി വിശേഷങ്ങൾ സംഭവിക്കാറുണ്ട്. അത് ഇവിടുത്തെ തന്നെ തനി പകർപ്പാണ്. അവിടെ കുത്തിയോട്ടം ഉണ്ടാകും, കഞ്ഞി ഉണ്ടാകും, ഒപ്പം സദ്യ ഉണ്ടാവും, കഞ്ഞിസദ്യ ഉണ്ടാവും. അടക്കമുള്ള സംവിധാനങ്ങളൊക്കെ ഒരുപാട് ഈ ഗൾഫ് നാടുകളിൽ ഏർപ്പെടുത്താറുണ്ട്. കെട്ടുകാഴ്ചകളും ഒക്കെ ഇതുമായി ബന്ധപ്പെട്ട് അവിടെ സംഘടിപ്പിക്കാറുണ്ട്. അങ്ങനെ ഈ കുംഭഭരണി എന്നുള്ളത് ആഗോള തലത്തിൽ വലിയൊരു ഉത്സവമായി ഇപ്പോൾ കൊണ്ടാടുന്നു. എല്ലാ മലയാളികളും, ഈ ഗൾഫ് നാടുകളിലൊക്കെയുള്ള മലയാളികൾ പോലും അതിൻ്റെതായ തന്നെ സവിശേഷതയിൽ ആചരിക്കുന്നു എന്നുള്ളതാണ്. അത് കഴിഞ്ഞ മാസങ്ങളിലൊക്കെ ആയിരുന്നു ചടങ്ങുകൾ പുരോഗമിച്ചുകൊണ്ടിരുന്നത്. അങ്ങനെ കുംഭഭരണി ദിവസം ഇന്ന് ഒരുപാട് പ്രത്യേകതകൾ ഉള്ള ഒരു ദിവസമാണ്. ഓണാട്ടുകരയെ സംബന്ധിച്ചിടത്തോളം രാവിലെ മുതൽ തന്നെ നിരവധി ആളുകൾ ഇങ്ങോട്ടേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു. ഇവിടെ വലിയ ക്യൂ നിന്ന് ദേവിയെ ദർശിച്ച് മടങ്ങുന്ന ഒരു പശ്ചാത്തലം കൂടി ഒരുങ്ങുന്നുണ്ട്. അല്പസമയം മുമ്പാണ് കുത്തിയോട്ടങ്ങൾ ഇങ്ങോട്ടേക്ക് വന്നു തുടങ്ങിയത്. ഇനി കുത്തിയോട്ടങ്ങൾ അടുത്ത 15 മിനിറ്റോളം ഏതാണ്ട് 10-11 മണിയോളം കുത്തിയോട്ടങ്ങൾ, 16ഓളം കുത്തിയോട്ടങ്ങൾ ഉണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അത്രയും സമയം ഇത് നീണ്ടു നിൽക്കും. ഈ കുത്തിയോട്ടങ്ങളുടെ വരവ് നീണ്ടു നിൽക്കും. അത് കണ്ട് മടങ്ങാനായി കാത്തു നിൽക്കുന്ന ലക്ഷോപലക്ഷം ജനങ്ങളെയാണ് നമ്മൾ ഈ ചുറ്റുപാടും കാണുന്നത് എന്നുള്ളതാണ്. ഇവരൊക്കെ ഇന്ന് രാവിലെ വന്ന് വൈകുന്നേരം വരെ ഉത്സവപ്പറമ്പിൽ ചിലവഴിച്ച് എല്ലാ കാര്യങ്ങളും നിർവഹിച്ച ശേഷം, എല്ലാ തരത്തിലുള്ള ആചാരങ്ങളും ക്രമീകരണങ്ങളും കണ്ട ശേഷമാണ് ഇവരൊക്കെ മടങ്ങുക. അങ്ങനെ നിരവധി ആളുകളുടെ ഒരു പങ്കാളിത്തമുള്ള ഒരു മഹോത്സവമായി ചെട്ടിക്കുളങ്ങര കുംഭഭരണി മഹോത്സവം മാറുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ ദൃശ്യങ്ങളൊക്കെ നമുക്ക് കാണാം. ഈ കാണുന്നതൊക്കെ ആളുകൾ ക്യൂ നിന്ന് പ്രത്യേകം തയ്യാറാക്കിയ നടവഴിയിലൂടെ ആളുകൾ ക്യൂ നിന്ന് തൊഴുത് മടങ്ങുന്ന കാഴ്ചകളാണ് പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഒരുപാട് പേർ ദീർഘനേരമായി ഇപ്പോൾ വെയിൽ ആരംഭിച്ചിട്ടുണ്ട്. അത്യാവശ്യം ചൂടുള്ള ഒരു ദിവസമാണ്, കടുത്ത വേനലാണ്, അത്യാവശ്യം ചൂടുള്ള ദിവസമാണ്. അവിടെയും ഈ പറഞ്ഞതുപോലെ ആളുകൾക്കൊന്നും ആ ചൂട് വെയിൽ കൊള്ളാനും ഒന്നും യാതൊരു മടിയുമൊന്നുമില്ലാതെ അവർ അതിൻ്റെ അടുത്തേക്ക് എത്തി ഈ കുത്തിയോട്ടവും മറ്റും കുംഭഭരണി മഹോത്സവത്തിലെ കുത്തിയോട്ടവും ഒപ്പം മറ്റു കാഴ്ചകളും ഒക്കെ കണ്ട് മടങ്ങുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നമ്മൾ വീണ്ടും തിരിച്ച് ഈ ആഞ്ഞിലിപ്ര കരയുടെ കെട്ടുകാഴ്ചയുടെ അടുത്തേക്ക് വന്നിരിക്കുകയാണ്. ആഞ്ഞിലിപ്ര കരയുടെ കെട്ടുകാഴ്ചയാണ് പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇവിടെ ഈ കെട്ടുവൃത്തിയുള്ള ഒരു തേര്, ആഞ്ഞിലിപ്രയുടെ തേരാണ് അവരുടെ പ്രധാനപ്പെട്ട കെട്ടുകാഴ്ച. തേരാണ് ഇവിടെ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കുന്നത്. ഇതുപോലത്തെ കെട്ടുകാഴ്ചകളാണ് നേരത്തെ പറഞ്ഞതുപോലെ കാഴ്ചക്കണ്ടത്തിൽ അണിനിരക്കുക എന്നുള്ളതാണ്. അവിടേക്കൊക്കെ നിരവധി ആളുകൾ, ഇതിന്റെ ഒരു പുറകിൽ പ്രവർത്തിക്കുന്ന ഒരുപാട് ആളുകൾ ഇതുമായി ബന്ധപ്പെട്ട് ഇവിടെ ഉണ്ട് താനും. നമുക്ക് ആ ദൃശ്യങ്ങൾ കാണാം. വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. ഇവിടെ വീണ്ടും ഒരു കുത്തിയോട്ടം ഇങ്ങോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ കാഴ്ചകളാണ് കാണുന്നത്. ഓരോ കുത്തിയോട്ടവും ഇവിടെ എത്തി ദേവിക്ക് മുന്നിൽ സമർപ്പിച്ച ശേഷമാണ് മടങ്ങുക. കാരണം 7 ദിവസത്തെ വലിയ വീട്ടിലെ ഈ കുത്തിയോട്ട വീടുകളിലെ ആഘോഷങ്ങൾക്ക് ശേഷം നിരവധി ആളുകളുടെ പങ്കാളിത്തത്തിന് ശേഷം ഇവിടെ എത്തി ഈ കുത്തിയോട്ടങ്ങൾ കണ്ട് മടങ്ങുക, ഈ കുത്തിയോട്ടം ദേവിക്ക് സമർപ്പിച്ച് മടങ്ങുക എന്ന അതിവൈശിഷ്ട്യമായ ഒരു ചടങ്ങുണ്ട്. അതാണിപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. അത് വളരെ പ്രധാനപ്പെട്ട ഒരു ചടങ്ങുമാണ്. അതിനുള്ള ഒരുക്കങ്ങളാണ്. അത് ഉച്ചയ്ക്ക് 12 മണി വരെയൊക്കെ അത് നീളും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഒരുപാട് ഈ ഹിന്ദുമത കൺവെൻഷനുമായി ബന്ധപ്പെട്ട ഒരുപാട് ആളുകൾ ഇതിൻ്റെയൊക്കെ പുറകിൽ പ്രവർത്തിക്കുന്നവരുണ്ട്. അവരുടെ വലിയ കായികമായ അധ്വാനം ഈ സംഗതികൾക്ക് പുറകിലുണ്ട് എന്നുള്ളതും വളരെ പ്രധാനമാണ്. നമുക്ക് ദൃശ്യങ്ങളിലൊക്കെ അത് കാണാം. ഈ ആളുകളുടെ വലിയ തോതിലുള്ള വരവും മറ്റും കാണുകയും ചെയ്യാം.
ഇപ്പോൾ കുത്തിയോട്ടങ്ങൾ ഇങ്ങോട്ടേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ പ്രൗഢഗംഭീരമായ ചെട്ടിക്കുളങ്ങര കുംഭഭരണി അതിന്റെ എല്ലാ ഗാംഭീര്യതയോടുകൂടി ആഘോഷിക്കപ്പെടുന്ന കാഴ്ചകളാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. നമുക്ക് വിവിധ ദേശങ്ങളിൽ നിന്ന് വരുന്ന ഒരുപാട് ഭക്തജനങ്ങളുടെ സാന്നിധ്യം ഈ ക്ഷേത്രത്തിലുണ്ട് എന്നുള്ളതാണ്. ഇപ്പോൾ ഓരോ കുത്തിയോട്ടങ്ങളായി ഇങ്ങോട്ട് വന്നുകൊണ്ടിരിക്കുന്നു. അത് ഈ ദേവിയുടെ മുന്നിൽ വന്ന് ചൂരൽ മുറിഞ്ഞ് മടങ്ങുക എന്ന പ്രധാനപ്പെട്ട കാര്യമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ശ്രീകുമാരേട്ടാ, ഇവിടെ ഇപ്പം ഈ ചടങ്ങെന്ന് പറഞ്ഞാൽ ഈ 10-16 കുത്തിയോട്ടങ്ങൾ വന്ന് ഇവിടെ ചൂരൽ മുറിയുന്ന ചടങ്ങാണല്ലേ? ചൂരൽ മുറിയുന്ന ചടങ്ങാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത്. ഇനിയിപ്പോൾ ഏകദേശം 12 കുത്തിയോട്ടങ്ങൾ വരാനുണ്ട്. അല്പം താമസിക്കും സമയം എടുക്കും. പല ഭാഗത്തുനിന്ന് വരുന്ന കുത്തിയോട്ടങ്ങളല്ല, അന്നേരം വരാനായിട്ട് താമസിക്കും. ഇവിടെ വേറെ നമ്മളെ കുത്തിയോട്ട വീടുകളിലെ ചടങ്ങ് കൂടാതെ ഇവിടെ വേറെ എന്താ ഉള്ളത് ചടങ്ങുകളുള്ളത്? ഇവിടെ കുട്ടികളെ അമ്മയ്ക്ക് സമർപ്പിക്കുക, ചൂരൽ മുറിഞ്ഞ് സമർപ്പിക്കുക എന്നുള്ള ചടങ്ങാണ്. അതാണ് ഇതിനകത്തെ പരമപ്രധാനമായിട്ടുള്ള കർമ്മം. അത് നടന്നു കഴിഞ്ഞാൽ പിന്നെ കുത്തിയോട്ടം സമാപനമായി എന്നുള്ളതാണ്. അതുകൊണ്ട് അടുത്ത വർഷത്തേക്കുള്ള കാത്തിരിപ്പാണ്. അടുത്ത വർഷത്തേക്ക് 1 വർഷം നമ്മൾ കാത്തിരിക്കുകയാണ്. നമ്മൾ മാത്രമല്ല, ഈ ലോകത്തിന്റെ പല ഭാഗത്തുള്ള ചുറ്റങ്ങളിലുള്ള ആൾക്കാരും കാത്തിരിക്കുകയാണ് ഈ പറഞ്ഞ പോലെ. പക്ഷേ 1 വർഷവും ഈ കുത്തിയോട്ട സമിതികൾക്ക് വിശ്രമമില്ല അല്ലേ? ഇല്ലില്ല, കാരണം നാളെ തൊട്ട് വീണ്ടും ഇവര് ഇതിലേക്ക് ഇറങ്ങി ചെല്ലുകയാണ് ചെയ്യുന്നത്. അതായത് ഈ കുത്തിയോട്ടങ്ങൾ ഇങ്ങോട്ട് വന്നുകൊണ്ടിരിക്കുന്നു. നാളെ മുതൽ തന്നെ വീണ്ടും അടുത്ത വർഷത്തേക്കുള്ള പരിശീലനം ആരംഭിക്കും. അങ്ങനെ ഒരുപാട് പ്രൗഢഗംഭീരമായ ചടങ്ങുകൾ ചെട്ടികുളങ്ങരയുടെ മണ്ണിൽ പുരോഗമിക്കുന്നു എന്നുള്ളതാണ്. ഞാനും പ്രശാന്ത് മംഗലശ്ശേരിയും ഏതായാലും വൈകുന്നേരം വരെ ഇവിടെ ഉണ്ടാകും. ഈ ചെട്ടികുളങ്ങര കുംഭഭരണിയുടെ ഓരോ സ്പന്ദനങ്ങളും ഞങ്ങൾ പ്രേക്ഷകരിലേക്ക് എത്തിച്ചുകൊണ്ട് ഇരിക്കുകയും ചെയ്യും. അങ്ങനെ ഓരോ തവണയും ഓരോ തരത്തിലുമുള്ള എല്ലാ തരത്തിലുള്ള പ്രൗഢഗാംഭീര്യതയോടുകൂടി ചടങ്ങുകൾ ഇവിടെ പുരോഗമിക്കുന്നു. ഇനിയും പ്രേക്ഷകർക്ക് ന്യൂസ് 18-നൊപ്പം തുടരാം. മോർണിംഗ് വൈബ്സ് തൽക്കാലം പൂർത്തിയാവുകയാണ്. വരും ബുള്ളറ്റിനുകളിലും കുംഭഭരണിയുടെ ഓരോ ചടങ്ങുകളുടെയും വിശദാംശങ്ങൾ ഉണ്ടാകും. തൽക്കാലം ഞാനും പ്രശാന്തും സൈനിങ് ഓഫ്. നമസ്കാരം.